ഈ സീരീസിന്റെ പേര് വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് എന്നാണ്. വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യതയുള്ള പ്രമുഖ ടീമുകളുടെ സ്ക്വാഡ് അനാലിസിസും സെലക്ഷനും അവരുടെ കോച്ചസ് ആ ടീമിനെ എങ്ങനെ കളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സീരീസ് ആണ്. ബ്രസീലിന്റെ എപ്പിസോഡൊക്കെ കണ്ടു വിചാരിക്കുന്നു. ഇത് ഈ എപ്പിസോഡിന്റെ ഓർഡർ ഫേവറിറ്റിസമിന്റെ ഓർഡർ അല്ല കേട്ടോ. നമ്മള് ഓരോ ടീമിനെ ഒന്നൊന്നായി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വേൾഡ് കപ്പ് ഫേവറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിന്റെ എപ്പിസോഡായിട്ട് വരുമ്പോ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇംഗ്ലണ്ട് ഒരു വേൾഡ് കപ്പ് ഫേവറേറ്റ് ആണോ എന്നുള്ള ചോദ്യം വരും. കാരണം അപ്പുറത്ത് അർജന്റീനയും ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും എന്താ നെതർലൻഡ്സും ഒക്കെ എന്താ പറയാ ഉള്ളപ്പോ നമ്മൾ ഇംഗ്ലണ്ടിന്റെ എപ്പിസോഡായിട്ട് രണ്ടാമത് വരുന്നത് ശരിക്കും ഒരു ഫാൻ ഫോളോയിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അതായത് പ്രീമിയർ ലീഗ് കാണുന്ന ഫാൻസിന് എല്ലാവർക്കും പരിചിതരായ പ്ലേയേഴ്സും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടീം സെലക്ഷനും ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് ഇംഗ്ലണ്ടുമായി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം ഒരു വിഷയമാണ്. സുദീപിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വിഷയത്തിനെ കുറിച്ച് എന്താ പറയാ കാണാം. സുദീപിന്റെ അഭിപ്രായം അതിനകത്തുണ്ട്. ചർച്ചയുടെ തുടക്കം ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഗണേശനോട് ചോദിക്കാനുള്ളത്, ശരിക്കും ടൂക്കൽ ഒരു വലിയ റിസ്ക് എടുത്തിരിക്കല്ലേ ടീം സെലക്ഷനിൽ? അതായത് ഫോഡൻ ഇല്ല, പാമർ ഇല്ല, ട്രെൻഡ് ഇല്ല, ടെക്നിക്കലായ പ്ലേയേഴ്സ് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി അത്ലറ്റിക് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലബ് ഫുട്ബോൾ സ്റ്റൈൽ, അതായത് ഈസ് നോട്ട് പിക്ക് ദ ബെസ്റ്റ് 23 പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേയേഴ്സ്, ബട്ട് ഈസ് പിക്ക് ഒരു ടാക്ടിക്കൽ ഫിറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത ഫീലാണ് എനിക്ക് വന്നത്. ആൻഡ് ഇത് പാളിയാല് എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയയിൽ ടുക്കലിന് നല്ല രീതിയിൽ പണി വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നല്. എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഫോം വെച്ചിട്ടാണ് ഈ ഒരു സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് സീസൺ എങ്ങനെയൊക്കെയാണ് പ്ലേയേഴ്സ്, ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത്, അതൊക്കെ ആലോചിച്ചിട്ടാണ് ടീം എടുത്തത്. എനിക്കിപ്പോ കോൾ പാർമറിനെയോ അല്ലെങ്കിൽ ഫിൽ ഫോർഡനെ എടുക്കാത്തതിൽ ഒരു പ്രശ്നമില്ല. കാരണം അവരാരും ഈ സീസൺ ഫോം കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ഫിൽ ഫോർഡൻ കുറെ മാച്ചസ് ഇഞ്ചറി ആയിരുന്നു, അതുപോലെ കോൾ പാർമർ അതുപോലെ ഇഞ്ചറി ആയിരുന്നു. പിന്നെ ആരാ ഉള്ള, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് എന്താ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഡാനി കാർവയൽ ഫിറ്റായ പിന്നെ മൂപ്പരാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ലീഗ് കൈവിട്ട് പോയ പിന്നെ എന്താണ്, ആര് സ്റ്റാർട്ട് ചെയ്താൽ എന്താണ്, ചാമ്പ്യൻസ് ലീഗ് കിട്ടി, അപ്പോ ട്രെൻഡ് കളിച്ചാൽ എന്താ, ഡാനി കാർവയൽ കളിച്ചാൽ എന്താണെന്ന് പറഞ്ഞ രീതിയിലാണ് അവന്മാര് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ജെഡ് സ്പെൻസ് ഒക്കെ റെലഗേഷൻ ടീമിൽ കളിക്കുകയാണെങ്കിലും പക്ഷെ ആ ഒരു ഡിഫെൻസീവ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ജെഡ് സ്പെൻസിലേക്ക് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേഴ്സറ്റാലിറ്റി ഉണ്ട്, ലെഫ്റ്റ് ബാക്കും കളിക്കാൻ പറ്റും, റൈറ്റ് ബാക്കും കളിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴാണ് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ഈ ടീമിൽ എടുത്തിരിക്കുന്നത്. പിന്നീട് ഈ ഫോം അല്ലാതെ ഇവന്മാർക്കൊരു എന്താ പറയാ ക്യാരക്ടർ ഇഷ്യൂസ് ഉണ്ട്. ഈ ഫോർഡൻ ആവട്ടെ, കോൾ പാർമർ ആവട്ടെ, ഈഗോ ഇഷ്യൂസ് ഉള്ളവരാണ്. അപ്പോ അത് ടീമിന്റെ മെന്റാലിറ്റീനെ അഫക്ട് ചെയ്യാത്ത വിധത്തിലാണ് സെലക്ഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എസ്പെഷ്യലി ഈ സെലക്ഷനിൽ എനിക്ക് ഒരു വറിയായിട്ട് തോന്നിയത്, ലൂയിസ് ഹോൾ നല്ലൊരു സീസൺ ആയിരുന്നു ലൂയിസ് ഹോളിന്, ന്യൂ കാസലിന് വേണ്ടിയിട്ട്. അപ്പോൾ ലൂയിസ് ഹോളിനെ എടുക്കാത്തതിൽ ഒരുപാട് ട്വിറ്ററിലൊക്കെ ഒരുപാട് മറ്റേ പ്രൊട്ടസ്റ്റ് ഒക്കെ കണ്ടിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഫാൻ പേജ് വരുന്ന ഒരു PR പോലെ തന്നെയാണ്. ചെൽസി ഫാൻസ് ആവട്ടെ, മാൻ സിറ്റി ഫാൻസ് ആവട്ടെ. ഇപ്പൊ ഇംഗ്ലണ്ട് ഫാൻസ് ആയിട്ട് അങ്ങനെ ആർക്കും പറയാനായിട്ട് ഉള്ളത് ലൂയിസ് ഹോളിന്റെ സെലക്ഷൻ ആണ്. മൂപ്പരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു സീസൺ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള രീതിയിൽ പറയുമ്പോൾ ഓവറോൾ ടൂച്ചൽ ഹാസ് റിയലി ഡൺ ഗുഡ്. ഈ ഈഗോ അറിയുന്ന പ്ലേയേഴ്സിനെ, ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സിനെ, ടീം എഫേർട്ട് ഇടുന്ന പ്ലേയേഴ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഏജ് വൈസ് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് റിയലി ഗുഡ്. സെലക്ഷൻ ഒക്കെ നല്ലോണം, അതായത് ഈ ഒരു വേൾഡ് കപ്പ്
എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയും വൈകിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു വേൾഡ് കപ്പ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പ്രഷർ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ എന്താ പറയാ താങ്ങാൻ പറ്റത്തില്ല. അപ്പോ ബെറ്റർ ഈ വേൾഡ് കപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് വേൾഡ് കപ്പിൽ ഈ പറയുന്ന ഈ യങ് പ്ലേയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ഷോ അപ്പ്. അപ്പോ ഓവറോൾ സെലക്ഷൻ ബേസിൽ അല്ല, ഗണേശന്റെ പോയിന്റിൽ എനിക്ക് തോന്നുന്നത് ഈ വേൾഡ് കപ്പ് എന്തായാലും കിട്ടൂല. അപ്പോ പക്ഷെ അല്ലല്ല, ഇവര് എത്രത്തോളം എത്തിപ്പെടും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ആ മിഡ്ഫീൽഡും ഡിഫൻസും അറ്റാക്കും നമ്മൾ ഈ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ബ്രസീലിനെ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ ഇംഗ്ലണ്ട് എവിടെ എത്തുന്നത്. ഇപ്പൊ നമ്മൾ സെലക്ഷന്റെ ബേസിസിലാണ്. പ്ലെയർ സെലക്ഷൻ ഐ എം റിയലി റിയലി ഹാപ്പി അപ്പാർട്ട് ഫ്രം ലൂയിസ് സോൾസ് സെലക്ഷൻ. ഇൻ എ വേ ഗണേഷ് പറഞ്ഞതോട് ഒരു 80% ഞാൻ ഒരേ അഭിപ്രായം തന്നെയാണ്. ടൂച്ചൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ കണ്ടുപിടിച്ചവരെന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. പക്ഷെ 1966 എങ്ങാനാണ് അവസാനമായിട്ട് 66 അപ്പോഴാണ് അവസാനമായിട്ട് വേൾഡ് കപ്പ് അടിച്ചത്, ആകെയുള്ള വേൾഡ് കപ്പും. യെസ്, എല്ലാം ഇംഗ്ലീഷിൽ പറയുന്ന ഓവിൻ 1966 പകരം 1966 എന്ന് പറഞ്ഞതിൽ കേൾക്കുന്നവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അവർ കുറെ കാലങ്ങളായിട്ട് അടിച്ചിട്ടില്ല. അതിന് പലപ്പോഴും ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഏറ്റവും നല്ല ലീഗാണ് എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷ് പ്ലേയേഴ്സ് സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ് ആണ്. എല്ലാ കാലഘട്ടത്തിലായാലും ഇപ്പം ഒരുവിധം എല്ലാ ടീമിനും ഒരു ഹൈ ആൻഡ് ഒരു ലോ ഉണ്ടാവാറുണ്ട്. ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചോളം ലോ എന്ന് പറയുന്നത് കുറവാണ്, പെർഫോമൻസ് അല്ല, ടാലന്റ് വൈസ്. അവർക്ക് ഏത് എറ നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 20, 25, 30 വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എറയിലും അവർക്ക് മിനിമം 4, 5 വേൾഡ് ക്ലാസ് പ്ലെയർ ടീമിലുണ്ട്. ഏത് സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബിഗർ ഇഷ്യൂ, ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് എപ്പോഴും ഈ ക്ലബ് ലെവൽ റൈവൽറി അവര് ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ജെറാർഡ്, ലാംപാർഡ്, ബെക്കാം, സ്കോൾസ് എന്നൊക്കെ പറയുമ്പോൾ പോലും 4 പേരുണ്ടെങ്കിൽ 3 ക്ലബ്ബുകളാണ്, 3 ക്ലബിന്റെ തമ്മിൽ അടി ഉണ്ടാവും. എന്നിട്ട് അവർക്ക് ഐ വാണ്ട് ദ പ്രൈം സ്പോട്ട്, എനിക്ക് ഈ ഒരു സ്പോട്ട് ഞാനുണ്ട്, ബാക്കി നീ വേണമെങ്കിൽ അപ്പുറത്തോടെ പോയി കളിക്കും. ആ ഒരു സാധനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് പല സമയത്ത് പോലും അവർക്ക് വേൾഡ് കപ്പ് ജയിക്കേണ്ടിയിരുന്ന സ്ക്വാഡ് ഉണ്ടായിട്ട് അവര് എവിടെ എത്താണ്ട് പോയത്. ആ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ട്യൂക്കൽ ഇപ്പൊ എടുത്ത് സ്ക്വാഡ് വെച്ചിട്ട് എനിക്ക് ഈ പറയുന്ന പേരുകളൊന്നും ഒരു നിർബന്ധവുമില്ല, ടീമിൽ ഉണ്ടാവണം എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് കിട്ടേണ്ട കുറച്ച് ആൾക്കാര് അവർ ഞാൻ പറയുന്ന രീതിയിൽ കളിക്കണം. ഇങ്ങനെ കളിച്ചാൽ ഒരു ചാൻസ് ഉണ്ട്. അവർ ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അഗൈൻ ഇവരെല്ലാവരും കൂടി സിങ്ക് ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴും പല പേരുകളിലും ഈഗോയിസ്റ്റ് മനുഷ്യന്മാരുണ്ട്. ബട്ട് ഒരു പരിധി വരെ ഫുൾ ഈഗോ ഒഴിവാക്കിയിട്ട് പാർഷ്യൽ ലെവലില് അവരെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൽ കുറച്ചൊരു നോട്ടബിൾ മിസ്സസ് സ്പെൻസ് ഉണ്ട്. സ്പെൻസിന് പകരം ഐ വുഡ് ഹാവ് ടേക്കൺ, അല്ലെങ്കിൽ ലിവറമെന്റോന് പകരം ആക്ച്വലി ഐ വുഡ് ഹാവ് ടേക്കൺ ലൂയിസ് ഹോൾ. പക്ഷെ അണ്ടർസ്റ്റാൻഡ് വൈ ലിവറമെന്റോ സ്പെൻസിനെ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവർ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഒരുപോലെ കളിക്കും എന്നുള്ളതാണ്. ലൂയിസ് ഹോളിനെ വെച്ചാൽ ലൂയിസ് ഹോൾ ലെഫ്റ്റ് ബാക്ക് മാത്രമേ കളിക്കൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവര് ഇപ്പുറത്തും അപ്പുറത്തും കളിക്കാം എന്നുള്ള ഒരു ആയിരിക്കാം അവരെടുക്കുന്നത്. പക്ഷെ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ഇല്ല ഇപ്പൊ ഇംഗ്ലണ്ടില്, ഈ സ്ക്വാഡില്. അവർക്ക് ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ വേണം ലെഫ്റ്റ് ബാക്കിൽ നിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡാൻ ബേണിനെ വെച്ച് കളിപ്പിക്കേണ്ടി വരും. സോ അത് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അറ്റ് സം പോയിന്റ് ഓഫ് ടൈം അവർക്ക് ഒരു പ്ലാൻ ബി ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ പോയിട്ട് ലെഫ്റ്റ് ഫുട്ട് ക്രോസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഇല്ല അവിടെ. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു ഗോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐവൻ ടോണിനെ പോലെ ഒരാൾ കൊണ്ടുവന്നിട്ട് ഗോ ഫോർ എ ഹെഡർ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ക്രോസ് വരാനില്ല എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ ഒന്നുള്ളത് വാർട്ടൺ കളിക്കുന്നില്ല. അതിന് ഹെൻഡേഴ്സൺ അവിടെ ഉണ്ട്. ഹെൻഡേഴ്സൺ ഈസ് ദെയർ ഫോർ ലീഡർഷിപ്പ് എന്ന് പറയപ്പെടുന്നു.
അതും ഇന്നലെ നമ്മൾ നെയ്മറിനെ കുറിച്ച് സംസാരിച്ച പോലെ നെയ്മറിന്റെ ആ ലെവൽ ഓറ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് ആ ഒരു ഓഫ് ദ പിച്ച് ലീഡർഷിപ്പ്, റൈറ്റ്? എങ്ങനെ ഒരു കപ്പ് ജയിക്കണം, ഈ പറഞ്ഞ പല പേരുകളിലും ആരും കപ്പടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു റിലേറ്റീവ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം സിറ്റി പ്ലേയേഴ്സ് ഒഴികെ വേറെ കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല. ഇവരെ മാനേജ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവരെങ്ങനെ കോർത്തിണക്കാം എന്നുള്ളതും ഇല്ല. ഇതൊക്കെയാണ് ഹെൻഡേഴ്സനെ കൊണ്ടുവരാൻ നിന്നുള്ള കാരണം പറയുന്നത്. അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതിലാണ് എനിക്കുള്ളത്. കാരണം ഹെൻഡേഴ്സൺ is 35, he is not going to play. 1-2 കളി കളിച്ചാൽ ഭാഗ്യം, അതും ലാസ്റ്റ് 30 minutes അതായിരിക്കണം. അല്ലാണ്ട് ഹെൻഡേഴ്സൺ സ്റ്റാർട്ടിങ് ഓവർ എനി പ്ലെയർ ഇൻ ദ സ്ക്വാഡ്, ഐ വുഡ് ബി സർപ്രൈസ്ഡ്. വാട്ടർ ഇത്രയും നല്ലൊരു ടാലന്റ്, ഹാസ് ഐ ഫോർ ദാറ്റ് ക്വിക്ക് പാസ്, ഗുഡ് ഇൻ ഡിഫൻസ്, ഗുഡ് ഇൻ ഇന്റർസെപ്റ്റിംഗ്. അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എടുത്തില്ല എന്നുള്ളത് ഒരു കൺസേണിങ് ഫാക്ട് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ട്രെൻഡ് ഇല്ലാത്തതും, ട്രെൻഡ് ഇസ് എ ലക്ഷറി പ്ലെയർ ഫോർ ഇംഗ്ലണ്ട്. പ്രോബ്ലം ഇസ് ടൂക്കലിന് അങ്ങനത്തെ പ്ലെയർ വേണ്ട. അതായത് എനിക്ക് സുദീപിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോ, ഇപ്പം ബ്രസീലിനെ ചർച്ച ചെയ്തപ്പോഴും മറ്റു ടീം നോക്കുമ്പോഴും ഈ ലക്ഷറി പ്ലേയേഴ്സ് ഒക്കെ വേൾഡ് കപ്പിൽ വേണ്ടേ? എന്റെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. അതായത് ശരിയാണ്, ഇത് എഫിഷ്യന്റ് ടീമാണ്, ഗണേശൻ പറഞ്ഞ പോലെ. എനിക്ക് തോന്നുന്നത് ടുക്കൽ എടുത്തിരിക്കുന്നത് ഇന്നത്തെ പ്രീമിയർ ലീഗ് ജയിക്കാൻ പറ്റുന്ന ടീം പോലത്തെ ടീം. അതായത് അത്ലറ്റിക് ആണ്, അവര് ഓടുന്ന ആൾക്കാർ, മോർ ദാൻ ടെക്നീഷ്യൻസ്. ഹി ഹാസ് പിക്ഡ് പ്ലേയേഴ്സ് ഹു ക്യാൻ റൺ. അപ്പോ ട്രെന്റ്, പാമർ, യോർ ഫോർഡൻ, വാർട്ടൺ തുടങ്ങിയ എന്താ പറയാ ഒരു ഫെന്നസിലുള്ള പ്ലേയേഴ്സ് സ്ക്വാഡിൽ ഇല്ല. എനിക്ക് ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ഫോർവേഡ്സ്, ഹാരി കെയ്ൻ ഒഴികെ ആന്റണി ഗോർഡൻ ആണെങ്കിലും സാക്ക, ടോണി എല്ലാം ഒരു അത്ലറ്റിക് ഇതാണ്. എന്താണ് സുദീപിന് തോന്നുന്നത് ഈ സ്ക്വാഡിന്റെ? അത് കഴിഞ്ഞ് നമുക്ക് 1 by 1 പോവാം. സുദീപ് എന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ. എനിക്ക് തോന്നിയത് കുറച്ച് വർഷങ്ങളായിട്ട് വേൾഡ് കപ്പില് ഈ സ്റ്റാർ പ്ലേയേഴ്സിനെയൊക്കെ എടുക്കുക, എന്നിട്ട് സക്സസ് ഉണ്ടാവുന്നില്ല. അപ്പൊ ട്വിച്ചില് വിചാരിച്ചതായിരിക്കും എന്നാ സ്റ്റാർ പ്ലേയേഴ്സിനെ കൊണ്ടുപോകണ്ട, എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന പ്ലേയേഴ്സിനെ മാത്രം കൊണ്ടുപോകാം, ഫോമും ഇതൊക്കെ ബേസിസിൽ അങ്ങനെ എടുക്കാമെന്നുള്ളതൊക്കെയാണ് വിചാരിച്ചതെന്നുള്ളൂ. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഈ സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ മിക്കവാറും ഈ വേൾഡ് കപ്പ് പോലുള്ള ഒരു സ്റ്റേജിലാണ് അവര് നന്നായിട്ട് പെർഫോം ചെയ്യുക. ചിലപ്പോൾ ക്ലബിലെ, ഇപ്പോ ഈ പ്ലേയേഴ്സ് ഒക്കെ പലരും ക്ലബിലെ അറ്റ്മോസ്ഫിയറിൽ അവര് ഫുള്ളൊരു സംതൃപ്തി ഇല്ലാണ്ടൊക്കെ കളിച്ച പോലെ തോന്നും. പക്ഷെ അവര് രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അങ്ങനെയല്ല, അവര് ഫുൾ ആ ഒരു പെട്രിയോട്ടിക് സെൻസില് അങ്ങനെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ള ഫീലിംഗിൽ അവർ കളിക്കും. അങ്ങനെയുള്ള ഇതിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഉദാഹരണത്തിന് ഈ പാമറൊക്കെ ചെൽസിയിലെ ഇടയ്ക്ക് ചെൽസി വിട്ട് പോകുന്ന റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആള് ആ റൈറ്റ് സൈഡില് സാക്കയ്ക്ക് പകരം ഡെഫിനറ്റ്ലി മെഡുവെക്കെ എന്നുള്ള പ്ലെയർ എടുത്തിട്ടുണ്ട്. പക്ഷെ മെഡുവെക്കേനേക്കാളൊക്കെ എന്തുകൊണ്ടും കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. സെന്ററിൽ തന്നെ കളിക്കണമെന്നൊന്നുമില്ല, പാമർ റൈറ്റിൽ നിന്ന് കളിക്കുന്ന പ്ലെയറാണ്. അപ്പൊ എനിക്ക് ഈ മെഡുവെക്കയുടെ എന്തിനെടുത്തേന്ന് തന്നെ മനസ്സിലായില്ല. മെഡുവെക്കൊന്നും ഒരു ഔട്ട്പുട്ടോ, വെറുതെ കിടന്ന് ഓടുന്നല്ലാതെ യാതൊരു ഔട്ട്പുട്ടും ഇല്ലാത്ത പ്ലെയറാണ്. കുറച്ച് ഡ്രിബിളിയും ഒരേപോലെ ഡ്രിബിളിയും അത് പോവും. അങ്ങനെ ഒരു പ്ലെയറിന് പകരം ആക്ച്വലി അവിടെ പാമറായിരുന്നു വേണ്ടത്. പാമറിന്റെ പോലത്തെ ഒരു പ്ലെയർ ശരിക്കും ഇംഗ്ലണ്ട് മിസ് ചെയ്യും. അതുപോലെ പിന്നെ പറഞ്ഞൊരു കാര്യം, ട്വിച്ചില് പറഞ്ഞ വേറൊരു കാര്യമാണ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ്. ഹെൻഡേഴ്സിനെ എടുത്തു ലീഡറായിട്ട്. പക്ഷെ അതുപോലെ വേറൊരു കാര്യം പറഞ്ഞത് സെറ്റ് പീസിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. സെറ്റ് പീസുകളൊക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് പറ്റിയ പ്ലേയേഴ്സിനെ എടുത്തേക്കണേ എന്നൊക്കെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അതിൽ വിട്ടുപോയ ഏറ്റവും സെറ്റ് പീസ് ത്രെറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള, ഈ സീസണിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത പ്ലെയറാണ് ഹാരി മഗ്വയർ. യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ കിടിലം പെർഫോമൻസ് ആയിരുന്നു. സെറ്റ് പീസസിൽ വളരെ ഡേഞ്ചർ ആണ്. അല്ലെങ്കിൽ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുമ്പോഴോ അവിടെ നല്ല ഏരിയൽ ഒക്കെ നല്ല ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്ലെയറാണ്. അപ്പൊ ആ സീനിയർ പ്ലെയറാണ്. ഹെൻഡേഴ്സന്റെ പോലെ അവിടെ എല്ലാ പ്ലേയേഴ്സിനും നോക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പ്ലെയറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയർ ഒഴിവാക്കി അവിടെ. അതെന്തിനാന്ന് മനസ്സിലായില്ല. അവർ ശരിക്കും കോൺസയ്ക്ക് പകരം മഗ്വയറിനെ കൊണ്ടുവരായിരുന്നു ടീമില്. മഗ്വയർ ആയിരുന്നു ഐഡിയൽ ആയിട്ടുള്ള അവിടെ വന്നേനെ. പിന്നെ അതുപോലെ
വേറൊരു വലിയ പ്രശ്നം എനിക്ക് ഓബിൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാ, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അവിടെ നിക്കോ റൈലിയാണ് കളിക്കാൻ പോണത്. നിക്കോ റൈലി ഒരു ട്രഡീഷണൽ ലെഫ്റ്റ് ബാക്ക് ഒന്നല്ല. മാഞ്ചസ്റ്റർ സിറ്റിയിൽ എങ്ങനെയാ കളിക്കണേ? ആള് ലെഫ്റ്റ് ബാക്ക് എന്ന് പേപ്പറിൽ എഴുതി വെക്കാന്നല്ല, എന്റെ ലെഫ്റ്റ് ബാക്ക് ഒന്നും അല്ല അങ്ങനെ കളിക്കണത്. ആള് വേറെ പൊസിഷനിലേക്കൊക്കെ കയറി വന്ന് അങ്ങനെ ട്രാൻസിഷൻ അങ്ങനെ കളിക്കുന്ന പ്ലെയറാ. ആളെ വെച്ചിട്ട് ട്വിച്ചില് യൂഷ്വൽ ഒരു ലെഫ്റ്റ് ബാക്ക് ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച അത് കിട്ടിയെന്ന് വരില്ല. പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയത്, ഒന്ന് ഇതുപോലെ ഓപ്ഷൻസ് വിട്ടുപോയിട്ടുള്ള മെയിൻ പ്ലേയേഴ്സിന്റെ ഓപ്ഷൻസ് വരുന്നത് എനിക്ക് ബോവനെ എടുക്കാന്ന് തോന്നിയിരുന്നു. ബോവൻ കാര്യം വെസ്റ്റ് ഹാം വളരെ മോശമായിരുന്നു സീസൺ, റെലിഗേറ്റ് ആയില്ല. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത പ്ലേയേഴ്സിലൊന്നാണ് ബോവൻ. ആ റൈറ്റ് സൈഡിൽ ഇതുപോലെ പാമർ പോലെ വേറൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ് സാക്കയ്ക്ക് പകരം. അത് അവിടെ മിസ് ചെയ്തു. പിന്നെ മോർഗൻ ഗിബ്സ് വൈറ്റിനെ എങ്ങനെ എടുക്കാതിരിക്കണം? ഈ സീസണിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല നല്ല ഫോമിലേക്ക് വന്നു തുടങ്ങുന്ന സമയം. ആ സമയത്ത് മോർഗൻ റോജേഴ്സിനെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഗിബ്സ് വൈറ്റിനെ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു. അത് വലിയ മിസ്സായി പോയി. പിന്നെ ഡിഫൻസില് കോൾവിൽ അവിടെ കാര്യം ആ മാച്ചുകൾ നടക്കുന്ന സമയത്ത് ഇഞ്ചേർഡ് ആയിരുന്നെങ്കിലും സീസൺ തീരുന്ന സമയത്ത് വന്നതാണ്. ഇതിനു മുമ്പ് ഇംഗ്ലണ്ട് ടീമിൽ ഉണ്ടായിരുന്നതാണ്. നന്നായിട്ട് കളിക്കുന്ന ഡിഫൻഡറാണ്. ഒരു ഗെയിം റീഡ് ചെയ്യാനും ഒക്കെ ഈ പറഞ്ഞ പോലെ അടുത്ത വേൾഡ് കപ്പിനൊക്കെ പറ്റുന്ന രീതിയിൽ യങ് പ്ലെയർ കൂടിയാണ്. അതൊന്നും യൂസ് ചെയ്തില്ല. അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ക്വാഡില് വന്നിട്ടുണ്ട്. അതായത് സുദീപ് പറയുന്നത് കറക്റ്റാ. പക്ഷെ നമുക്ക് ഇത്രയും പ്ലേയേഴ്സിനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടും കൂടി ആവാം നമുക്ക് ഒരുപാട് എന്താ പറയാ എക്സ്ക്ലൂഷൻസ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ടോപ്പിക് കുറച്ച് മാറ്റുകയാണ്. നമ്മൾ ഇന്നലെ പറയുന്നത് പോലെ തന്നെ ഇംഗ്ലണ്ടിലെ കീ പ്ലെയർ എന്ന് വന്നാലും കെയ്നാണ്, സംശയമില്ല. പക്ഷെ ഈ ഒരു ടീമില് ഐ തിങ്ക് ഈ ഒഴിവാക്കലുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് ജൂഡ് ബെല്ലിംഗം ആയിരിക്കും മെയിൻ എന്ന് തോന്നുന്നു, അല്ലെ? ജൂഡ് ബെല്ലിംഗം നമ്പർ 10 കളിച്ച് ഹാരി കെയ്ൻ നമ്പർ 9.5. ഹാരി കെയ്ൻ പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പുള്ളി കളിക്കുന്ന ഒരു പൊസിഷൻ വിത്ത് എസെ ആൻഡ് നമ്മുടെ വൈറ്റ് പ്ലേയേഴ്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രോബബ്ലി റാഷ്ഫോർഡ് കൻ ഓൾസോ പ്ലേ ഓൺ ദ റൈറ്റ്. അപ്പോ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് ടീമിന്റെ ഒരു ഇതിലെനിക്ക് തോന്നുന്നത്. പിന്നെ ഓപ്ഷൻസ് ആയിട്ട് ടോണിയും വാട്കിൻസും ഉണ്ട്. എന്താണ് ഒരു ഫസ്റ്റ് 11 ടാക്ടിക്കൽ സെറ്റപ്പ് ഗണേശൻ എന്താ തോന്നുന്നത്? ഞാൻ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. സുദീപ് പറഞ്ഞ പോലെ കോൾ പാൾമറിന്റെ ഈ സെലക്ഷൻ ആവാതിരിക്കാനുള്ള കാരണം മദ്വേക്കൊന്നും അല്ല. അവനെ നമ്പർ 10 ആക്കി ചെൽസിയിലേക്ക് മാറ്റി. വൈഡ് പ്ലെയർ ആയിട്ട് കളിക്കുന്നില്ല, അതിനുള്ള പേസ് ഇല്ല. അപ്പോ നമ്പർ 10 കളിക്കാൻ അവിടെ മോർഗൻ റോജേഴ്സ് ഉണ്ട്, എസെ ഉണ്ട്, ജൂഡ് ബെല്ലിംഗം ഉണ്ട്. അപ്പൊ ഇവരായിട്ടാണ് അവിടെ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ ഇവര് 3 പേരുടെ ഫോം മേ ബി ഇതിന് ശേഷം മോർഗൻ ഗിബ്സ് വൈറ്റ് ആയിരിക്കും വരുന്നത്, എന്നിട്ടായിരിക്കും ചിലപ്പോൾ കോൾ പാർമർ വരുന്നത്. അപ്പോ സെലക്ഷൻ ലിസ്റ്റിൽ 5ാമത്തെ ആളായിരിക്കും മോസ്റ്റ്ലി. അപ്പോ കോൾ പാർമർ എടുക്കാത്തതിൽ ഒരു വലിയൊരു ഷോക്കായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോ ഇപ്പോ ക്രിസ് പറഞ്ഞതുപോലെ കെയ്ന്റെ പൊസിഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. 9 ഫാൾസ് 9, നമ്പർ 9, ഇല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ, സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ചിലപ്പോ മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്ത് കളിക്കും. എന്ത് വേണമെങ്കിലും പറയാം. ലൈക്ക് ആളത് കളിച്ച് ശീലിച്ചു കഴിഞ്ഞു. അപ്പോ അത് ഇംഗ്ലണ്ടിൽ അതുപോലെ തന്നെയാണ് കളിക്കുന്നത്. നമ്മൾ കുറെ ഫ്രണ്ട്ലി മാച്ചും ക്വാളിഫിക്കേഷൻ മാച്ചസ് ഒക്കെ കണ്ടതാണ്. അത്രയ്ക്കും ഡീപ്പായി ഇറങ്ങി ഫാൾസ് 9 പൊസിഷനിൽ മിഡ്ഫീൽഡർ എത്തിച്ചേരാറുണ്ട്. അപ്പോ എങ്ങനെ വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഇപ്പോ സപ്പോസ് ക്രോസ് ആൻഡ് ഹെഡർ ആണെങ്കിൽ സാക്കയ്ക്കും റാഷ്ഫോർഡിനും ഈ പറയുന്ന പോലെ വിങ്സ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോ ഹെഡ് ചെയ്യാനുള്ള വകുപ്പ് കെയ്നും ഉണ്ട്, ബെല്ലിംഗും ഉണ്ട്. അപ്പോ അങ്ങനെ വേണമെങ്കിൽ കളിക്കാം. ലൈക്ക് പഴയ ഈ സാം അലർഡേസിന്റെ ഫുട്ബോൾ പോലെ കളിക്കുകയാണെങ്കിലും അവർക്ക് കളിക്കാൻ പറ്റും, ക്രോസ് ആൻഡ് ഹെഡ്. അപ്പോ ഓൾഡ് ഇംഗ്ലീഷ് സ്റ്റൈലാണത്. അപ്പോ അങ്ങനെ കളിക്കുകയാണെങ്കിൽ കളിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോ പ്രോപ്പർ തുച്ചൽ വേ കളിക്കുകയാണെങ്കിൽ 3-4-3 കളിക്കുകയാണെങ്കിൽ കളിക്കാം. പക്ഷെ തുച്ചൽ ഇപ്പൊ 3-4-3 ആയിട്ട് കളിക്കുന്നില്ല. യൂഷ്വലി 4 at the back ആണ് കളിക്കുന്നത്. സോ കാരണം ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ. അതായത് ഇപ്പോ ഉള്ള സെലക്ഷൻ ബേസ്ഡിൽ പറയുകയാണെങ്കിൽ
4-2-3-1 അല്ലെങ്കിൽ 4-2-1-3 അങ്ങനെ ഒരു ഷിഫ്റ്റ് ആയിട്ട് കളിക്കുന്ന ടീമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എസ്പെഷ്യലി ലൈക്ക് പേസ് ഉള്ള വിങ്ങേഴ്സ് റാഷ്ഫോർഡ് ഉണ്ട്, നല്ല ഫോമിലാണ് ബാർസലോണയിൽ, സാക്കയുണ്ട്. അപ്പോ അങ്ങനെ കളിക്കുമ്പോ പ്രോപ്പർ അറ്റാക്കിംഗ് ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ 100% സാധ്യതയുണ്ട്. അപ്പോ എന്താ പറയാ, കെയ്ൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്ലെയർ. നമ്മൾ അങ്ങനെ പറയും, പക്ഷെ ഈ വേൾഡ് കപ്പ് സമയത്ത് ലൈക്ക് അവരുടെ മിഡ്ഫീൽഡ് ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ ഇന്നലെ ബ്രസീലിന്റെ എലൈറ്റ് അറ്റാക്കിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡ് പക്ക വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡ് വേണം പറയാൻ. വിത്ത് ഡെക്ലൻ റൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബോബി മെയ്നു ഉണ്ട്, ഹെൻഡേഴ്സൺ ഉണ്ട്. സോ ഇങ്ങനെ നല്ല കീ പ്ലേയേഴ്സ്, അല്ല തണ്ടിന് തണ്ട് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ്. എലിയറ്റ് ആൻഡേഴ്സൺ, അടിപൊളി. ആരൊക്കെയാ മേടിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സിറ്റി ഉണ്ട്, ചെൽസി വരുന്നുണ്ട്. അപ്പൊ ഈ റണ്ണേഴ്സ് ആണ് മൊത്തം. എങ്ങനെ ഡിഫൻസിനെയും ഹെൽപ്പ് ചെയ്യും, അറ്റാക്കിങ്ങിനെയും ഹെൽപ്പ് ചെയ്യും, ബോൾ വിൻ ചെയ്യാനും ബെസ്റ്റ് ആണ്. അപ്പോ നല്ലൊരു ടീമാണ്. നന്നായിട്ട് ഈ ഒരു ടീം യൂണിറ്റി, ഇപ്പൊ ഓബിൻ പറഞ്ഞ പോലെ ഈ ഈഗോയിസ്റ്റിക് ഇല്ലാതെ വേറെ ക്ലബിലാണ് അങ്ങനെ ക്ലബ് റൈവൽസ് ഒന്നും നോക്കാതെ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ there is a chance of even reaching semi-finals. സെമിഫൈനൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് അപ് ടു ദം. ലൈക്ക് നോക്കൌട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്തൊരു എന്താ പറയാ ടെൻഷൻ ആവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്ലേയേഴ്സിന്. കുറെ കളി പെനാൽറ്റി അടിക്കാൻ പറ്റാതെ കുറെ കളി പുറത്തു പോയിട്ട്, യൂറോ കപ്പ് ആവട്ടെ വേൾഡ് കപ്പ് ആവട്ടെ, ലാംപാർഡിന് ഗോള്, ജർമ്മനിയുടെ കൂടെ ഗോൾ കൊടുക്കുക. അന്ന് ഈ ഗോൾ ലൈൻ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ലാംപാർഡിന്റെ ഗോൾ അനുവദിച്ചേനെ. അന്ന് ആ കളി മാറിയായിരിക്കും. 1-1 ഇംഗ്ലണ്ട് ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ പരമാവധി അവർ ഡിഫെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോ നോക്കൌട്ട് സ്റ്റേജിൽ അവർക്കൊരു എന്താ പറയാ ഒരുമാതിരി, ഇപ്പൊ ബ്രസീലിന് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ വന്ന ഒരു അവസ്ഥയാണ്, നോക്കൌട്ട് സ്റ്റേജ് കിടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിനും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ എല്ലാ ഹിസ്റ്ററികളും ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട്. RCB കപ്പടിച്ചു, ആർസണൽ കപ്പടിച്ചു. മേ ബി ഇപ്പൊ 1966 ശേഷം ഇംഗ്ലണ്ടിന് കപ്പടിച്ചുകൂടാനൊന്നുമില്ല, പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഒരു റെക്കറിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട്. ചിലപ്പോ ഇത് നടന്നാലും നടക്കും. ഞാൻ വെറുതെ പറയല്ല, ഈ ഒരു ഫ്ലൂക്ക് കാരണം പറഞ്ഞില്ല. ദേ ഹാവ് ദ ടീം. ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്, കപ്പടിക്കാൻ. ഈ കപ്പ് ഫേവറേറ്റ്സ് എന്നൊക്കെ പറയില്ല, അതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഇംഗ്ലണ്ടിന്. അതിപ്പം എല്ലാ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാലത്തും ഇംഗ്ലണ്ടിന് എപ്പോഴും ഒരു ക്ലബ് എന്താ പറയാ ടൂർണമെന്റ് ഫേവറേറ്റ്സ് ടാഗ് ഉണ്ടാവാറുണ്ട്, പിച്ചിലില്ലെങ്കിലും ഓൺ പേപ്പർ ഉണ്ടാവാറുണ്ട്. എനിവേസ്, സോ നമ്മളിപ്പോ എപ്പോഴും പറയുമ്പോൾ എന്താ പറയാ ഗോൾ അടിക്കുന്ന ആളാണ് യൂഷ്വലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ ഓഫ് ദ ടീം. ആ ഒരു നോഷൻ ഇപ്പൊ ക്രിക്കറ്റിൽ നമ്മൾ ഏറ്റവും സ്കോർ ചെയ്യുന്ന ആൾ എന്ന രീതിയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ആ ഒരു എൻറ്റയർ ടീമിനെ ടിക്ക് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ജൂഡ് ബെല്ലിംഗം ആയിരിക്കും. അതായത് നമ്മൾ റയൽ മാഡ്രിഡിൽ തന്നെ ബെല്ലിംഗമിന്റെ ഫസ്റ്റ് സീസണിൽ റയൽ മാഡ്രിഡിന്റെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ള ആ ഒരു എറ ഉണ്ടായിരുന്നു. അതായത് വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ കൊണ്ട് അവർക്കൊരു സ്ട്രൈക്കർ ഇല്ലാണ്ട് റയൽ മാഡ്രിഡ് എങ്ങനെ ഒരു സീസണിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബെല്ലിംഗം സ്റ്റാർട്ടഡ് ആസ് ഫോൾസ് 9. അവിടെ ഫോൾസ് 9 ആണോ അല്ലെങ്കിൽ 10 ആണോ എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയുന്നില്ല എന്നൊരു അവസ്ഥയാണ്. ബട്ട് ആ ഒരു സഡൻ എന്താ പറയാ ബേസ്റ്റ് ഓഫ് റൺ, ഒരു പ്രതീക്ഷിക്കാത്ത ടുവേർഡ്സ് ദ ബോക്സ് റൺ, അതാണ് ബെല്ലിംഗം റിയലി എക്സൽസ് അറ്റ്. നമ്മൾ ഡോട്ട്മുണ്ടിന്റെ ആ എന്താ പറയാ വെരി യങ് ഏജ്, റൈറ്റ്, 17, 18 ആ ഏജിൽ പോലും ബെല്ലിംഗം ചെയ്ത ഒരു കാര്യം ഏതാണ്, ഹി റൺസ് ഇൻ ടു ബോക്സ് അൺഡിറ്റക്റ്റഡ്. പല ക്ലബുകളിലും പല എന്താ അണ്ടർ റേറ്റഡ് മിഡ്ഫീൽഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഗോസ് ആൻഡ് സ്കോർസ് എ ഗോൾ ഫ്രം നോവെയർ. ആ ഒരു ടൈപ്പ് ഓഫ് റൺ ബെല്ലിംഗം ഹി ഹാസ് ഇറ്റ് ഇൻ ഹിം. എത്ര വേണേലും ഓടും ചെയ്യും, മടിയനാണ് യൂഷ്വലി, ബട്ട് അത് വിത്ത് ദ റൈറ്റ് മോട്ടിവേഷൻ ഹി ആക്ച്വലി റൺസ്. സോ ആ ഒരു സാധനം ഇവിടെയും കാണാൻ ചാൻസ് ആണ്. വെനെവർ അത് ഒരു ഇപ്പം കോൾ പാമറും ഫോർഡനും ഒക്കെ മിസ് ഔട്ട് ചെയ്തതിന്റെ ഒരു മേജർ റീസൺ ജൂഡ് ബെല്ലിംഗം കൂടി ആവണം. കാരണം ബെല്ലിംഗം ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു പ്ലേ. ബെല്ലിംഗം ഫിറ്റ് ആണെങ്കിൽ ഒരു 80 to 90% ഓഫ് ടൈം ഹി വിൽ ഡെഫിനറ്റ്ലി പ്ലേ. ആ ഒരു പൊസിഷനിലേക്ക് പാമർ ആയാലും ഫോർഡൻ ആയാലും അവർക്ക് കൂടുതലും ഒരു ടെക്നിക്കൽ എബിലിറ്റി മാത്രം വെച്ച് കളിക്കുന്ന ടീം. നല്ല പ്ലേയേഴ്സ് ആണ്, എല്ലാം ഞാൻ പറയുന്നില്ല, ബട്ട് കൂടുതലും ടെക്നിക്കൽ ആണ്. ബെല്ലിംഗം ക്യാൻ ഡു ബോത്ത്.
അപ്പം ഈ ഒരു റൺ ഉണ്ടെങ്കിൽ ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുന്നു, ബെല്ലിംഗം ആ ഒരു റൺ ഉണ്ടാക്കുന്നു. ആ ഒരു എന്താ പറയാ സിങ്ക് ആക്ച്വലി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റാഷ്ഫോർഡ് ആയാലും റൈറ്റ് സൈഡിൽ നിന്ന് സാക്ക ആയാലും അവർക്ക് രണ്ടാക്കും കട്ടിൻ ചെയ്യാനുള്ള സ്പേസ് എന്തായാലും ഇവിടുന്ന് കെയ്ൻ ഉണ്ടാക്കും, കെയ്ൻ ഡ്രോപ്പ് ചെയ്യുന്ന സമയം കൊണ്ട്. സോ കെയ്ൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ യൂഷ്വലി ഇവർ ടക്കിൻ ചെയ്യുമ്പോൾ സെന്റർ ബാക്സ് അവരുടെ അടുത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പ് മിക്കവാറും യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ബെല്ലിംഗം ആയിരിക്കും. ആൻഡ് ഹി ക്യാൻ സ്കോർ ഗോൾസ്. നമ്മൾ റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് സീസണിൽ, അവന്റെ റയൽ മാഡ്രിഡ് കരിയറിൽ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹി ക്യാൻ ഗോ ഫ്രീലി ആൻഡ് സ്കോർ. അപ്പൊ അതിനുള്ള എബിലിറ്റി ഉണ്ട്. ഡ്രോപ്പ് ബാക്ക് ചെയ്യണമെന്നില്ല, ഇവർക്ക് കുറച്ചൊന്ന് റിസർവ് ആയിട്ട് കളിക്കണം, വലിയൊരു എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലിംഗം ക്യാൻ ആക്ട് ആസ് എ നമ്പർ 8, സോളിഡ് ഡിഫെൻസീവ് നമ്പർ 8 ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല വിത്ത് റൈസ് ആൻഡ് എലിയറ്റ് ആൻഡർസൺ. ഐ സ്റ്റിൽ പേഴ്സണലി ബിലീവ് എലിയറ്റ് ആൻഡർസൺ കളിക്കണം എന്നുള്ളത്. ഇവർ രണ്ട് റൈസും എലിയറ്റ് ആൻഡർസണും കൂടി കളിക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് സോളിഡ് ആണ്. ഇപ്പൊ ബെല്ലിംഗം ബാക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ആൻ ഓപ്ഷൻ വിത്ത് നിക്കോ റൈലി ഹു ക്യാൻ ഗോ ഫ്രം ലെഫ്റ്റ് ബാക്ക് ടു നമ്പർ 10. നമ്മൾ അതും ഡിഫൻസ് സോളിഡ് ആണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കാം. സുദീപ്, നമുക്ക് സ്ക്വാഡ് നോക്കിയാലോ? എന്താണ് ഗോൾ കീപ്പേഴ്സ്? ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് പറഞ്ഞ പോലെ ഒരുപാട് സർപ്രൈസസ് ഉള്ള സ്ക്വാഡാണ്, പലരും മിസ് ഔട്ട് ചെയ്തു. പക്ഷെ ഇപ്പോ ഇതാണ് അനൗൺസ് ചെയ്ത സ്ക്വാഡ്. ആദ്യം ഗോൾ കീപ്പേഴ്സ് നോക്കാം. ഗോൾ കീപ്പേഴ്സ് വലിയ സർപ്രൈസ് ഉണ്ടായത് പോപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോപ്പ് മിസ് ഔട്ട് ചെയ്തു. ഗോൾ കീപ്പേഴ്സ് ഹെൻഡേഴ്സൺ, ജോർഡൻ പിക്ഫോർഡ്, ജെയിംസ് ട്രാഫോർഡ്, ഒരു 3 പേരാണ് വന്നിട്ടുള്ളത്. അപ്പൊ ട്രാഫോർഡ് ആക്ച്വലി സിറ്റിയില് അങ്ങനെ അധികം അല്ല വേറെ ഒന്നുമില്ല. സിറ്റി ട്രാഫോർഡ് അങ്ങനെ അധികം കളിച്ചിട്ടില്ല, കപ്പ് ഗെയിംസ് മാത്രം കളിച്ച പ്ലെയർ ആയിരുന്നു. എന്നിട്ടും ടീമിൽ സെലക്ട് ചെയ്തു. പക്ഷെ പോപ്പ് അല്ലെങ്കിൽ വേറെ ഗോൾ കീപ്പേഴ്സ് ആരെങ്കിലും ഫുൾ സീസൺ കളിച്ച അങ്ങനെ ആരെങ്കിലും കൺസിഡർ ചെയ്യായിരുന്നു വേണമെങ്കിൽ. പക്ഷെ അത് മാത്രം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള സെലക്ഷനിലേക്ക് പോകുമ്പോ കാണാം അധികം കളിച്ചിട്ടില്ലാത്ത പ്ലേയേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഡിഫൻഡേഴ്സ്, അപ്പൊ ഡിഫൻഡേഴ്സിൽ കിടക്കാം അല്ലെ. ഗോൾ കീപ്പേഴ്സ് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. പിക്ഫോർഡ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ പിക്ഫോർഡ് തന്നെയായിരിക്കും. ഡിഫൻഡേഴ്സ് ഡാൻബേൺ, പിന്നെ മാർക്ക് ഗുവേഹി, റീസ് ജെയിംസ്, ലിവ്രമെന്റോ, നിക്കോ റിയലി, യാരൽ ക്വാൻഷ, സ്പെൻസ്, ജോൺ സ്റ്റോൺസ്, ഇതാണ് ഡിഫൻഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെയാണ് ഈ സ്ക്വാഡിൽ എനിക്ക് ഈ റിസർവേഷൻ ഉള്ളത്. ഈ ഡിഫൻസ് ഐ ആം നോട്ട് കൺവിൻസ്ഡ്. അതായത് അൺലെസ് ടുക്കൽ പ്ലേസ് കംപ്ലീറ്റ്ലി വിഡ്രോൺ, എന്താ പറയാ, വളരെ ഡിഫെൻസീവ് അപ്രോച്ച് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറ്റ് ഫേവറേറ്റുകളെ വെച്ച് നോക്കുമ്പോ എസ്പെഷ്യലി ജോൺ സ്റ്റോൺസിന്റെ ഫിറ്റ്നസ് ഇഷ്യൂസ് എനിക്ക് എന്തോ നമ്മൾ വീണ്ടും എക്സ്ക്ലൂഷനെ കുറിച്ച് പറയാണ്. മെഗ്വയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയനെ. പറഞ്ഞ സുദീപ് അല്ല, ഒരു പേരും കൂടി മിസ് കോൺസയുടെ പറഞ്ഞു അല്ലേ? ഓക്കെ, അതെ കോൺസ. ഓഫ് കോഴ്സ് ഞാൻ അതാ പറഞ്ഞു. ഡിഫൻസിന്റെ കാര്യം ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, മഗ്വയറിനെ ആക്ച്വലി വന്നിരുന്നെങ്കിൽ മഗ്വയർ കുറച്ചും കൂടി ആ ഡിഫൻസിൽ സ്ട്രോങ് ആയനെ കോൺസയ്ക്ക് പകരം. അപ്പൊ ഡിഫൻസ് ഒരു ഫ്രെയിലിറ്റിയാണ്. ഇപ്പൊ സെന്റർ ബാക്സ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ മാർക്ക് ഗുവേഹി ആണ് നമുക്കൊരു വേൾഡ് ക്ലാസ് ഡിഫൻഡർ എന്ന് പറയാൻ ആ ടീമിൽ ഉള്ളത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് ലെവൽ ഡിഫൻഡേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ജോൺ സ്റ്റോൺസ് ഒരു പ്രായം ഉണ്ടല്ലോ, വരും. അതെ, ജോൺ സ്റ്റോൺസ് ആ ഏജ് കഴിഞ്ഞു, അയാളുടെ പ്രൈം ഏജ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. പക്ഷെ ആ ഏജ് എത്തുന്ന സമയത്താണ് മഗ്വയർ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആളുടെ കരിയറിൽ എടുക്കണേ. അപ്പൊ അതാണ് അവിടെ സെന്റർ ബാക്സ് ഏരിയയിലുള്ള ഒരു പ്രശ്നം. പിന്നെ ക്വാൻസ ഉണ്ട്. ക്വാൻസ സ്റ്റാർട്ടിങ് ഇതിൽ വരില്ല എന്തായാലും. ക്വാൻസ എന്തായാലും നല്ല പ്ലെയർ ആണ്, അവിടെ കളിക്കാൻ പറ്റുന്ന പ്ലെയർ. പക്ഷെ എല്ലാ കളിയും കളിക്കില്ലല്ലോ ക്വാൻസ. പിന്നെ ഓഫ് കോഴ്സ് ഡാൻബേൺ ഒക്കെ ഒരു ഈ ഫിസിക്കൽ ഇതിനു വേണ്ടി ഫേമസ് ആയിട്ടുള്ള പ്ലെയർ ആവും. മറ്റേ ഏരിയൽ ഈ ഗെയിം റീഡിങ് ആയാലും അങ്ങനെ, അല്ലെങ്കിൽ ബോൾ ക്യാരി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പ്ലെയർ ഒന്നും അല്ല. അപ്പോ അങ്ങനെയുള്ള പ്ലേയേഴ്സ് കുറവാ ബോൾ ക്യാരിങ് ആയിട്ടുള്ളത്. ഇപ്പൊ മാർഗ്വേഹി ആണെങ്കിൽ തന്നെ
കുറച്ച് ബോൾ ക്യാരിയും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറ്റുന്ന പ്ലേയേഴ്സ് അല്ല. അങ്ങനെയുള്ള ഇതല്ല, ഇതൊരു ലോ ബ്ലോക്ക് പോകാൻ പാകത്തിനുള്ള ഒരു ഡിഫൻസീവ് സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നിയത് സെന്റർ ബാക്സിനെ കണ്ടു കഴിയുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തേക്ക് ഇതാണ് സെന്റർ ബാക്സിന്റെ അവസ്ഥ. മറ്റേത് നമ്മൾ കുറച്ച് പറഞ്ഞു, ഫുൾ ബാക്സിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഫുൾ ബാക്സ് ഇങ്ങനെ അതിലും ഈ പറഞ്ഞ ലോ ബ്ലോക്കിൽ കളിക്കാൻ പാകത്തിലുള്ള ഫുൾ ബാക്സ് തന്നെ കാണുമ്പോൾ അങ്ങനെ പന്ത് കൊണ്ട് അങ്ങനെ ഓടി അങ്ങനെ പോയി അങ്ങനെ കളിക്കുന്ന കുറച്ച് റീസ് ജെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ റീസ് ജെയിംസ് ഇഞ്ചുറി പ്രോൺ ആണ്. അതാണ് അവിടുത്തെ വേറൊരു പ്രശ്നം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ആയിട്ടുള്ള റീസ് ജെയിംസ് ഒരു കളി കളിച്ചാൽ ചിലപ്പോ ഇഞ്ചേർഡ് ആയിരിക്കും. അതാണ് ചെൽസിയിലുള്ള അവസ്ഥ. അവിടെ പകരം യങ് പ്ലേയേഴ്സാ വരുന്നത്. അവിടെ ലിവറമെന്റോ ഉണ്ട്. ലിവറമെന്റോ നല്ല പ്ലെയർ ആണ്, സംശയമൊന്നുമില്ല. ബോൾ ക്യാരി ചെയ്ത് പോകാനൊക്കെ പറ്റും, ക്രോസ് ചെയ്യും, അതൊക്കെ ചെയ്യാൻ പറ്റും. സ്പെൻസ് ഒന്നും ഞാനൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ട് കണക്കാക്കുന്നില്ല. സ്പേഴ്സിൽ തന്നെ അങ്ങനെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല സ്പെൻസിന്റെ. ടീമിൽ വരെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന പ്ലെയർ അല്ല. അപ്പൊ അത് തന്നെയാണ്. അപ്പുറത്തെ സൈഡില് ലൂയിസ് ഹോളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു ശരിക്കും. ഫുൾ ബാക്ക് ലൂയിസ് ഹോള് വേണ്ടതായിരുന്നു. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരത്തെ പറഞ്ഞു കെയിന് ക്രോസ് ചെയ്തിട്ട് ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അടിക്കുന്നു. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യാൻ ആരാളെ? ലൂയിസ് ഹോൾ ഇല്ല. റാഷ്ഫോർഡ് കട്ടിങ് ചെയ്യുന്ന പ്ലെയർ ആണ്. അവിടെ അങ്ങനെ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വരാനില്ല ക്രോസുകളായിട്ട്. ആ സൈഡിൽ നിന്ന് വിങ്ങിൽ നിന്ന് ഉള്ളിൽ ഹാഫ് സ്പേസിൽ നിന്ന് വരായിരിക്കാം ക്രോസുകൾ. പക്ഷെ വിങ്ങിൽ നിന്ന് അങ്ങനെ ഒന്നും വരാനില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഡിഫൻസിൽ ഉണ്ട്. അറ്റാക്ക് വൈസ് ആയാലും ഡിഫൻസ് വൈസ് ആയാലും പ്രശ്നങ്ങളുണ്ട്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പറയുന്നതിലൊക്കെ എന്താ പറയാ എക്സ്ക്ലൂഷൻസ് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിൽ ഇൻക്ലൂഷൻസിന് ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോ ഡാൻ ബേൺ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റും. ഡാൻ ബേൺ കളിക്കുകയാണെങ്കിൽ ഡാൻ ബേണിൽ ഏരിയൽ ത്രെറ്റ് ഉണ്ട്. സ്പെൻസിന് റൈറ്റ് കളിക്കുക, ലെഫ്റ്റ് കളിക്കുക, വേണമെങ്കിൽ മിഡ്ഫീൽഡ് കളിക്കാം. ആ ഒരു വെർസറ്റാലിറ്റി ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു വേൾഡ് കപ്പ് സ്ക്വാഡില് ഒരു നമ്മളിപ്പോ നമ്മുടെ സീരീസിന്റെ ഇത് വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് എന്നാണ്. അപ്പോ നമ്മൾ ഹാരി കെയ്ൻ പറഞ്ഞു, ബെല്ലിംഗം പറഞ്ഞു, ആ ഒരു ക്വാളിറ്റി ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലുണ്ടോ? ഞാൻ അവരെ യൂട്ടിലിറ്റിയോ അല്ലെങ്കിൽ അവരെ ക്വാളിറ്റിയോ ചോദ്യം ചെയ്യുന്നല്ല. പക്ഷെ അവരുടെ ഇപ്പൊ സുദീപ് പറഞ്ഞ യോജിക്കുന്നു. അവരുടെ എന്താ പറയാ ഒരു എക്സ്പാക്റ്റില്ലായ്മ അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഗണേശ കുറെ നേരം ഗണേശൻ പറയാൻ മുട്ടി നിൽക്കുന്നു. നെറ്റ് തയ്യാറായി തോന്നുന്നു. ഇപ്പൊ ശരിയായി തോന്നുന്നു. ഓക്കെ, ഞാന് ഈ മെഗ്വയറിനെ സെലക്ട് ചെയ്തില്ല, ജോൺ സ്റ്റോൺസിനെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോ മെഗ്വയറിന്റെ കോമ്പറ്റീഷൻ മാർഗ്വേഹി ആയിട്ടാ വരുന്നത്. മാർഗ്വേഹി എത്രത്തോളം ഫോമിലാണെന്ന് നമുക്കറിയാം. സിറ്റിയിലേക്ക് വന്ന പിന്നെ സിറ്റി 2 ഡൊമസ്റ്റിക് കപ്പ് അടിച്ചു മാർഗ്വേഹിയുടെ പ്രസൻസ് കൊണ്ടാണ്. പിന്നീട് ആ സൈഡ് വരുന്നത് എസ്രി കോൺസ കാരണമാണ് അത്രയും ക്വാളിഫയർ അവർ ജയിച്ചത്. വൺ ഓഫ് ദി കൺസിസ്റ്റന്റ് പെർഫോമർ ആയിരുന്നു. എല്ലാ സ്റ്റാർട്ടിംഗ് ലെവലിലും എസ്രി കോൺസ ആയിരുന്നു. അതായത് എന്താ പറയാ, ഫിറ്റ്നസ്സും ആവട്ടെ, കളിക്കുന്ന രീതി ആവട്ടെ, ഹൈലൈൻ കളിക്കുകയാണെങ്കിൽ ഹൈലൈൻ ബാക്ക് ട്രാക്ക് ചെയ്ത് പേസിൽ മറ്റേ അറ്റാക്കേഴ്സിനെ ഒതുക്കുകയാണെങ്കിൽ അതിനും പറ്റും. ഈസ് വെരി സ്ട്രോങ്, ഗുഡ് ഇൻ ദി എയർ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഓൾഡ് സ്കൂൾ സെന്റർ ബാക്സിനെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ വേറെ ഒരു സെന്റർ ബാക്കിനെ തിരിച്ച് ഇറക്കിയിട്ട് എസ്രി കോൺസിനെ കൊണ്ടുപോയിട്ട് മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ പറഞ്ഞാൽ കളിപ്പിക്കും. റൈറ്റ് ബാക്ക് കളിക്കാൻ പറഞ്ഞാൽ റൈറ്റ് ബാക്ക് കളിക്കാൻ അറിയാം. അപ്പോ ഇങ്ങനെയുള്ള ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. അതായത് മോർ പ്ലേയേഴ്സ് ഹു ക്യാൻ കവർ മോർ ദാൻ 2 പൊസിഷൻസ്. അങ്ങനെ ഒരു സെലക്ഷൻ ബേസിസിലാണ് ഡിഫൻസ് എടുത്തിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസ്. അവരെന്തോ ഞാൻ വായിച്ചാണ് അധികം ഗോളൊന്നും കൺസീഡ് ചെയ്യാതെയാണ് എങ്ങനെ എന്തോ ക്വാളിഫൈ ആയത്. എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയില്ല. അധികം ഗോൾ മേടിച്ചിട്ടില്ല ഇംഗ്ലണ്ട്. ക്വാളിഫയേഴ്സിന്റെ സ്റ്റാറ്റ്സും ഗോളടിയൊക്കെ നോക്കാത്തതല്ല. ബിഗ് ടൂർണമെന്റ്സ് ഡിഫറെന്റ് ബോൾ ഗെയിം. അപ്പോ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ എല്ലാ 25 പ്ലേയേഴ്സും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആവണമെന്നില്ല. ഹാമസ് റോഡ്രിഗസിന് ആർക്കും അറിയില്ല. വേൾഡ് കപ്പിൽ ഫോം ആവുന്നത് വരെ ആർക്കും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് അവർക്കൊരു സ്റ്റേജ് ആണ്. വേൾഡ് കപ്പില് ലോകം അറിയാനുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ പെർഫോം ചെയ്തിട്ടേ വേൾഡ് ക്ലാസ് ആവാൻ സാധ്യതയുള്ളൂ. ചാൻസ് കിട്ടാതെ വേൾഡ് ക്ലാസ് ആവണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഡിഫൻസ് മറ്റ് ഫേവറേറ്റ്സിന്റെ ടീമുകളിൽ കയറും.
ഇതിൽ നിന്നൊരു ഉറപ്പായിട്ട് കയറും. റീസ് ജെയിംസ് ഈസ് ലൈക്ക് എന്താ പറയാ ഫോം ഓഫ് ഹിസ് ലൈഫ് എന്ന് വേണം പറയാൻ. ലൈക്ക് കളിക്കുന്നില്ല, ലൈക്ക് വർക്ക് റേറ്റ് ഒക്കെ പറയുമ്പോൾ ചെൽസി തോറ്റു എന്താവട്ടെ, പക്ഷേ ഈസ് റിയലി ഗുഡ് ആക്ച്വലി. സോ എസ്രി കോൺസെ ആവട്ടെ, ഗണേശന് നെറ്റ് എന്തോ പ്രശ്നമുണ്ട്. റോബിൻ കയറി. വേൾഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി അവര് ചിലപ്പോൾ വേൾഡ് ക്ലാസ് ആയിരിക്കില്ല. അതായത് എന്താ പറയുക, ട്രെൻഡ് എങ്ങനെ അല്ല, ഞാൻ ഈ പറഞ്ഞ അവസാനം എത്തുന്നത് ട്രെൻഡിനെ പോലത്തെ ഒരു പ്ലെയറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരാൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതെ, അതറിയാവുന്നതാണ് അടുത്താണ്. സോ ബേസിക്കലി ഈ ബിഗ് നെയിംസ് എന്ന് ഒഴിവാക്കിയിട്ട് ട്യൂക്കൽ ഇപ്പൊ നോക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ട്യൂക്കൽ ഇപ്പൊ നോക്കുന്നത് വെച്ചാൽ സോളിഡിറ്റിയാണ്. അവർക്ക് ബാക്ക് ഫോറില് എവിടെ കളിക്കാനും എല്ലാവർക്കും എവിടെയും കളിച്ച് കുറെ കളിക്കണം എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഓക്കെ ഈ ഒരു ഗെയിമിൽ നമുക്ക് ലെറ്റ്സ് സ്റ്റേ വിത്ത് 0-0 ടിൽ 70th മിനിറ്റ്, അങ്ങനെയാണെന്ന് എനിക്ക് 4 സെന്റർ ബാക്കിന് ബാക്ക് ഫോറിൽ നിർത്താം. കാരണം അവർക്ക് എല്ലായിടത്തും കളിച്ച് ശീലമുണ്ട്. ഈ കോൺസൊക്കെ പോയിട്ട് എസ്രി കോൺസൊക്കെ പോയിട്ട് റൈറ്റ് ബാക്ക് നിൽക്കാം, എന്നിട്ട് ജോൺ സ്റ്റോൺസ്, ഗേഹി, ഡാൻ ബേർഡ് വെച്ച് ബേസിക്കലി ബാക്ക് ഫോർ റോക്ക് സോളിഡ് ആക്കി വെക്കാം. 4 സെന്റർ ബാക്സ് കവേഴ്സ് എവറിത്തിങ്. ആരും ഔട്ട് ഓഫ് പൊസിഷൻ ഫീൽ ചെയ്യൂല, കാരണം എല്ലാവരും റെസ്പെക്റ്റീവ് ക്ലബ്സിന് ആ പൊസിഷൻ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അറ്റാക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ റീസ് ജെയിംസിനെ വെക്കുക, നിക്കോ റെയിലിനെ റൈറ്റ് സൈഡിലും 2 സൈഡിലും വെക്കുക, സ്റ്റോൺസ് അല്ലെങ്കിൽ കോൺസ, ഗേഹി പാർട്ട്ണർഷിപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അവർക്ക് ഈ 4 ഡിഫൻഡർ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അവർ തൊട്ട് മുന്നിൽ ഷീൽഡ് ആയിട്ട് നിൽക്കുന്നത് റൈസും എലിയറ്റ് ആൻഡർസണുമാണ്. അവർക്ക് അത്യാവശ്യമുള്ള പ്രൊട്ടക്ഷൻ അവിടെ തന്നെ മിക്കവാറും കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഡിഫൻസിന് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ നമ്മള് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചും കൂടി ബ്രോഡർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ടൂക്കൽ എങ്ങനെയാ കളിക്കാൻ പോകുന്നത്? ക്വാളിഫയേഴ്സ് നമ്മൾ കണ്ടു. അതായത് ഡിഫൻസ് പ്രശ്നം വരുന്നത് ഇഫ് ഈസ് ആക്ച്വലി പ്ലാനിങ് ടു പ്ലേ ഫുട്ബോൾ. ടൂക്കൽ ഫുട്ബോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എന്താണ് സുദീപിന് എന്താ തോന്നുന്നത്? അതും ആ മിഡ്ഫീൽഡിൽ പറഞ്ഞ നമുക്ക് ഞാൻ പറയാം, ഇപ്പോ ഇംഗ്ലണ്ടിലെ ടൈറ്റിൽ വിന്നിംഗ് ടീമായിട്ടുള്ളത് ആഴ്സണലാണ്. അപ്പൊ ആഴ്സണലിന്റെ ഒരു സ്റ്റൈല് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ട്വിച്ചലിന്റെ അപ്രോച്ചിൽ തന്നെ. കാരണം ലീഗ് ജയിച്ച ടീമാണ്, ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ എത്തിയ ടീമാണ്. അപ്പൊ അതേ ആ ഒരു അപ്രോച്ചിന്റെ ഒരു റെപ്രസെന്റേഷൻ ഈ ടീമിൽ വരുന്നുണ്ടെന്ന് തോന്നുക കണ്ടപ്പോ. ആ രീതിയിലാണ് മറ്റേ ഡിഫൻഡേഴ്സ് ആയാലും ഇതൊക്കെ നോക്കി എടുത്തിട്ടുള്ളതും ഒക്കെ, ലോ ബ്ലോക്കിൽ കളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, മിഡ്ഫീൽഡേഴ്സിലേക്ക് വരാം. അപ്പോ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയ പേരുകളൊക്കെ എന്നാലും ഒന്നുകൂടി പറയാം. എലിയറ്റ് ആൻഡേഴ്സൺ ഓഫ്കോഴ്സ്, പിന്നെ ജൂഡ് ബെല്ലിംഗം ഉണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട്, എസെ ഉണ്ട്, ജോർഡൻ ഹെൻഡേഴ്സൺ, കോബി മെയ്നു, ഡെക്ലാൻ റൈസ്, മോർഗൻ റോജേഴ്സ്, ഇവരാണ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ്. മിഡ്ഫീൽഡ് നമ്മള് നേരത്തെ എനിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും സുദീപും ഒരു ചിന്താഗതിയും ഓബിനും ഗണേശനും വേറെ ചിന്താഗതിയിലാണ് പോകുന്നത്. ഓൾ ഫിസിക്കൽ അല്ലെങ്കിൽ ഓൾ ഡിഫെൻസീവ് അപ്രോച്ച് ആണോ, അതോ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ? നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പേഴ്സണൽ പോട്ടെ, ഈ മിഡ്ഫീൽഡും ഈ ബാക്ക് സെന്റർ ബാക്ക് ഫോർവേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് നമ്മൾ ടുക്കലിന്റെ കളിയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന കളിയായിരിക്കോ അതോ എഫിഷ്യൻസി ആയിരിക്കോ? എന്താണ്, വാട്ട് ഡു വി എക്സ്പെക്ട്? പൊസിഷൻ ബേസ്ഡ് ഗെയിമാണ് എന്തായാലും. ഈ 2 പൈവറ്റ് വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. ആൻഡർസൺ, ഡെക്ലൻ റൈസ് ഷുവർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് നല്ല ഹൈലി സ്ട്രെങ്ത് ഉള്ള പ്ലേയേഴ്സ് ആണ്, റണ്ണേഴ്സ് ആണ്, ബോൾ വിന്നേഴ്സ് ആണ്, അതുപോലെ ബോൾ ക്യാരിയേഴ്സും കൂടിയാണ്. ഏത് ടൈറ്റ് സ്പേസിലും ബോൾ ഡ്രിബിൾ ചെയ്ത് കൊണ്ടുവന്ന് അതൊരു അറ്റാക്കായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് പൊസിഷനാക്കി മാറ്റാനോ 2 പ്ലേയേഴ്സിനും പറ്റും. അപ്പോ മിഡ്ഫീൽഡ് എന്താ പറയാ, ഈ സ്റ്റെബിലിറ്റി കൊടുക്കുന്നതിൽ ബെറ്റർ ആണ്. അപ്പോ അങ്ങനെ വരുമ്പോ അറ്റാക്കേഴ്സിനെ ഫ്രീ ആയിട്ട് അറ്റാക്ക് ചെയ്യാം. ഈ വിങ്ങേഴ്സ് വന്ന് ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരാൻ സാധ്യത കുറവാണ്. അപ്പോ മിഡ്ഫീൽഡേഴ്സ് തന്നെ ആ ഒരു എന്താ പറയാ, ഒരു വിത്ത് കൊടുത്ത് ഫുൾ ബാക്സിനെ കവർ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. നമ്മള് കണ്ടാണ് എത്രത്തോളം അർസനലിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തെന്ന് നമ്മൾ കണ്ടതാണ്. ഓബിൻ, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മിഡ്ഫീൽഡേഴ്സ് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, പക്ഷെ ടൂക്കൽ അതിന് സമ്മതിക്കും.
നമ്മൾ ട്യൂക്കലിനെ വെച്ച് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ക്ലബ് കരിയർ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പക്ഷെ ട്യൂക്കലിന്റെ ഇംഗ്ലണ്ട് നാഷണൽ ടീമിന്റെ എന്താ പറയാ മാനേജർ ആയതിനു ശേഷം ഹി ഹാസ് ഗിവൺ ദ ഫ്രീഡം. പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് 70% ടൈം അവർക്ക് പൊസിഷൻ കൈമിൽ ഉണ്ടാകുന്നുണ്ട്. ഫുൾ ഓൺ എക്സൈറ്റിംഗ് എന്താ പറയാ ഈ ഫൈനൽ പാസ് ത്രൂ ബോൾ എന്നൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് കൺസീഡ്, ബട്ട് നോട്ട് ഗോയിങ് എന്താ പറയാ ആർസണൽ ലെവൽ ഡീപ്പ് ഓർ മൊറീഞ്ഞോ ലെവൽ ഡീപ്പ്. ആ ലെവലിലേക്ക് അവർ പോകുന്നില്ല. അവർ ഓക്കെ സംവെയർ ഇൻ ദ സെന്റർ ലൈൻ ആ ഒരു മിഡ്ഫീൽഡിന് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൊത്തം ചെയ്യുന്നത്. wherever you find a gap അവിടെയാണ് ഹാരി കെയ്ൻ ജൂഡ് ബെല്ലിംഗം കോമ്പിനേഷനും ആക്ച്വലി വർക്ക് ആവാൻ പോകുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹാരി കെയ്ൻ വിൽ ഹാവ് ടു ഡ്രോപ്പ് വൈസ് വെർസ. ആ ഒരു സ്ലൈഡ് ബിറ്റ് ഓഫ് ഗ്യാപ്പിലൂടെ ഇവർക്ക് ആൻഡർസൺ ആയാലും റൈസ് ആയാലും ബോൾ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ഗോൾ അടിക്കുക. ഗോൾ അടിച്ചു കഴിഞ്ഞാലും ദേ വോണ്ട് ഗോ ഡീപ്പ്. ഈ നമ്മളിപ്പോഴും പറയുമ്പോൾ ഗാരറ്റ് സൗത്ത്ഗേറ്റ് ലെവലിലേക്ക് ഇംഗ്ലണ്ട് പോകുമോ എന്നുള്ള പേടിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് എങ്ങനെയും 0-0 ആവുക, അവസാനം ഒന്നെങ്കിലും ഒന്ന് അടിച്ചു വെക്കുക, എന്നിട്ട് ജയിക്കുക, ഇല്ലെങ്കിൽ പോട്ടെ പെനൽറ്റിയിലേക്ക് എത്തട്ടെ. ആ ഒരു അപ്രോച്ചിൽ നിന്ന് ട്യൂക്കൽ ചെയ്തതെന്ന് വെച്ചാൽ ഡിഫെൻസീവ് സോളിഡിറ്റി മാറ്റാണ്ട് അറ്റാക്കിംഗ് ഇൻപുട്ട് കുറച്ച് അധികം കൂട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പല ടെക്നിക്കൽ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് പ്ലേയേഴ്സ് ഹു ക്യാൻ ജെൽ ഇൻ വെൽ. ലൈക്ക് ഈ ഏത് പൊസിഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിക്കോ റൈലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറ്റാക്കിംഗ് ഇന്റന്റ് ആണ് കൂടുതലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് എന്താ പറയുക റൈറ്റ് ബാക്കോട്ട് വലിയ നിക്കോ റൈലിനെ മുന്നോട്ടേക്ക് വിടും. അപ്പം അവർക്ക് 3-4-3 മാറാൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് പേഴ്സണൽ. അറ്റാക്കിംഗ് ഇന്റന്റിലേക്കുള്ള 3-4-3 മാറാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ഇപ്പൊ റൈസ് കുറച്ച് ബാക്കോട്ട് വലിയും, എന്നിട്ട് രണ്ട് ഫുൾ ബാക്സ് മുന്നോട്ട് പോകാൻ പറ്റും. ദേ ഹാവ് ദാറ്റ് കേപ്പബിലിറ്റി വിത്ത് റീസ് ജെയിംസ് ആൻഡ് നിക്കോ റൈലി. രണ്ടുപേർക്ക് വേണമെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് അവിടെ കൺജസ്റ്റ് ചെയ്യാനും പറ്റും. സോ മേക്കിംഗ് ഷുവർ ഡിഫൻസിലേക്ക് ബോൾ വരുന്നില്ല എന്നുള്ളത്, സോ ദാറ്റ് ദേ ഡോണ്ട് കൺസീഡ്. പക്ഷെ ഓവർലോഡ് ദ അറ്റാക്ക് സോ ദാറ്റ് ദേ കൻ സ്കോർ. ഈ ഒരു പ്ലാനിലാണ് ഫീല് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പ്രീമിയർ ലീഗ് ബയസ് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ പ്ലേയേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം മറ്റ് ഫേവറേറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് ബെറ്റർ ക്വാളിറ്റി പ്ലേയേഴ്സ് അക്രോസ് ദ പിച്ച്. ഫേവറേറ്റ്സിലെ മറ്റ് ടീമുകളിലല്ല. ഇതിൽ ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നത് വെച്ചാൽ വേർ ട്യൂക്കൽ നമ്മളിപ്പോ നേരത്തെ ഇന്നലെ ഡിസ്കസ് ചെയ്ത് ബ്രസീലിയൻ സ്ക്വാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ജാവോ പെഡ്രോ എക്സലന്റ് സീസൺ ഹി ഹാഡ് വിത്ത് ചെൽസി. റൈറ്റ്, ചെൽസി എത്രത്തോളം അടപടലും എന്താ പറയുക മൂഞ്ചി കുത്തിയിരിക്കുമ്പോൾ പോലും ഹി ഹാഡ് എ ഗ്രേറ്റ് സീസൺ. എന്നിട്ട് പോലും ഹി ഹാസ് നോട്ട് സെലക്ടഡ്. അതിന്റെ റീസൺ തന്നെയാണ് ഇവിടെ ഇംഗ്ലണ്ട് ടീമിനും ചെയ്യുന്നുള്ളത്. വി ഡോണ്ട് വാണ്ട് എ സ്ക്വാഡ് വിത്ത് സൂപ്പർ സ്റ്റാർ. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഹു ക്യാൻ പ്ലേ വെൽ, ഹു ക്യാൻ ജെൽ വെൽ. ആ ഒരു കൊഹീഷനോടെ മുന്നോട്ട് പോകുന്നത് ടീം ഓവർ ഇൻഡിവിജ്വൽസ്. അപ്പം ആ ടീം എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ സ്ട്രെങ്ത്. അവർ കളിക്കുകയോ ഇല്ലയോ, ടീമായിട്ട് കളിക്കുകയോ എന്നുള്ളത് ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. കാരണം ഇംഗ്ലണ്ടിന്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. അവർ ക്വാളിഫയേഴ്സ് അടിപൊളിയായിട്ട് കളിക്കും, എന്നിട്ട് വേൾഡ് കപ്പ് അല്ലെങ്കിൽ യൂറോ കപ്പ് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, ഈഗോ വരും, കളിക്കാണ്ടിരിക്കും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ക്വാഡിൽ പല സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ട്രെൻഡിനെ പറയുമ്പോൾ ട്രെൻഡ് ഇസ് ഐ മീൻ കണ്ണും പൂട്ടിട്ട് ഏത് ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏത് ടൂർണമെന്റ് ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ട്രെൻഡിനെ വേണമെന്ന് വെച്ചാൽ എല്ലാവരും വേണമെന്ന് പറയും. ഈസ് ദാറ്റ് ലെവൽ ഓഫ് ലക്ഷറി പ്ലെയർ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിനെ അല്ല ഇവിടെ ആവശ്യം. എനിക്ക് ആവശ്യം ഈ ടീമിന്റെ കൂടെ കളിക്കാൻ പറ്റുന്ന, ഈ ടീമിന്റെ ഏതൊരു സാഹചര്യം വന്നാലും, അത് ഡിഫെൻസീവിന്റെ കേസിലായാലും അറ്റാക്ക് ചെയ്യേണ്ട കേസിലായാലും കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള പ്ലേയേഴ്സിന് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണിത്. സോ ആസ് എ ടീം ഐ തിങ്ക് ഇംഗ്ലണ്ട് ക്യാൻ ഡു വെരി വെൽ. അവർക്ക് സൂപ്പർ സ്റ്റാർസ് വേണമെന്നില്ല, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ പല ആംഗിളിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിംഗിൾ ടീം തന്നെ ഉണ്ട് അവർക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും മാച്ചസ് ഇവൻ എപ്പോഴോ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നെയാണോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇംഗ്ലണ്ട് അണ്ടർ 19s അണ്ടർ 21s ആ റേഞ്ച് കറന്റ് അണ്ടർ 21s ക്യാൻ പ്ലേ വെൽ.
അവരെ അതെ. എൻറ്റയർ ഇഷ്യൂ വെച്ചാൽ അവർ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് ക്ലബിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് പിന്നെ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അടിയാവുന്നു എന്നുള്ളതാണ്. അവരെ ബേസ് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഈ എന്താ പറയുക, റൈസ് ഇസ് സീനിയർ, പ്രോബബ്ലി കെയ്ൻ ഇസ് സീനിയർ. പക്ഷെ അത് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാം ആ ഒരു ബാച്ച് ഓഫ് ഗ്രേറ്റ് ഫുട്ബോൾ കളിച്ച് വരുന്ന ഒരു ടീമാണ്. റോജേഴ്സ് ആയാലും ഈ സബിൽ വരാനുള്ള എല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് ആണ്. സോ അത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക്. എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നത് എനിക്ക് എന്താ അറിയോ, ഈ പ്രീമിയർ ലീഗ് ബയസ് കേറുന്നതാണെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പ്ലേയേഴ്സ് എത്രത്തോളം ആ സ്റ്റേജില് ഈ പറഞ്ഞ പോലെ ഈ ക്വാളിഫയേഴ്സും ഈവൻ ഗ്രൂപ്പ് സ്റ്റേജും പോലെ അല്ല. വെൻ ഇറ്റ് കംസ് ടു ക്രഞ്ച് ഗെയിംസ് ഇവർക്ക് എസ്പെഷ്യലി ടൂക്കലും ആ ഒരു ബ്രേവറി കാണിക്കൂ എന്ന് എനിക്കറിയില്ല. എനിക്ക് സുദീപിനോട് ചോദിക്കാനുള്ളത്, എന്താണ് ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ്? ഫോർവേഡ് ലൈൻ ഒന്ന് വായിച്ചിട്ട് പോവാം, എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിലേക്ക് പോവാം അല്ലെ? അതന്നെ ഫോർവേഡ് ലൈൻ നമ്മള് പറഞ്ഞതാണ്. സ്ട്രൈക്കേഴ്സ് ആയിട്ട് ഹാരി കെയ്ൻ, ടോണി, ഇവാൻ ടോണി, വാറ്റ്കിൻസ്. പിന്നെ സൈഡില് ലെഫ്റ്റ് ഫോർവേഡ്, റൈറ്റ് ഫോർവേഡ്സ് ആയിട്ട് കളിക്കാൻ ആന്റണി ഗോർഡൻ, മഡുവെക്കെ, റാഷ്ഫോർഡ്. പിന്നെ ഇവരാണ് ഉള്ളത്. ഗോർഡൻ, സാക്ക, ഇവര് 4 പേരും. അങ്ങനെയുള്ള സ്ക്വാഡാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ജസ്റ്റ് എൻഡ് ചെയ്തിട്ട് ഞാൻ പറയാം ഒരു കാര്യം. എൻഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ സാമ്പ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിന്റെ തിരിച്ചു വരുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അതുപോലെ ഇംഗ്ലണ്ടിന്റെ നമ്മള് എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കം തൂക്കുന്ന, അതായത് കണ്ടുകൊണ്ടിരുന്ന ഉറക്കിക്കളയുന്ന രീതിയിലുള്ള ഫുട്ബോളാണ്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നോക്കാം. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അത് ഇവരൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തെങ്കിലും നോക്കാം. സൗത്ത് ഗേറ്റ് മാറിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഏത് മാറിയത്? സൗത്ത് ഗേറ്റ് എന്താ പറയാ, ആ ഡിപ്രഷൻ ഫുട്ബോൾ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നുള്ളത്. പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോ അൺബയസ്ഡ് ആയ ഓബിന്റെ ഉള്ളിലെ ഇംഗ്ലീഷ് ഫാൻ ആയിരിക്കും ഇപ്പൊ. പേടിക്കണ്ട, അത് കുറച്ചും കൂടി വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പെയിനും ജർമ്മനിയൊക്കെ വരുമ്പോ ഉള്ളിലെ പൂച്ചകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പില് ക്രൊയേഷ്യ, പനാമ, ഘാന, ഈ 3 ടീമുകളാണ് മറ്റ് ടീമുകളായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മാച്ച് ക്രൊയേഷ്യ ആയിട്ടുള്ള മാച്ചാണ് ഫസ്റ്റ്. പിന്നെ പനാമ ആയിട്ടുള്ള മാച്ച്. അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ സ്ട്രോങ് ടീമിനെ ഇറക്കി ജയിക്കാൻ നോക്കും. പിന്നെ ലാസ്റ്റ് മാച്ച് ഘാന ആയിട്ടുള്ള മാച്ചാണ്. അങ്ങനെയാണ് ഇംഗ്ലണ്ടിന്റെ മാച്ചസ് വരുന്നത്. ഘാന ഈസി ആവില്ല. ക്രൊയേഷ്യ സർപ്രൈസ് ചെയ്യിക്കാം. മാത്രല്ലേ ഉള്ളൂ വലിയ കളി. ഘാനയില് മറ്റേ സെമന്യോടെ ടീമല്ലേ? അവര് മറ്റേ ആഫ്കോണിൽ ഇല്ലായിരുന്നല്ലോ അല്ലെ? ഇല്ല, കുഡോസ് ഇഞ്ചേർഡ് ആണ്. അല്ല, ആഫ്രിക്കൻ ടീംസിന് ഈ വെതർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. എന്തായാലും ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. അത് വെച്ച് ഇപ്പൊ ശരിക്കും ഇംഗ്ലണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഗെയിം ക്രൊയേഷ്യ ആണ്. വേൾഡ് കപ്പ്, ഈ റീസെന്റ് വേൾഡ് കപ്പ് ഹെറിറ്റേജുള്ള ടീമാണ്. അതോടൊപ്പം ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു ഇംഗ്ലണ്ട് കോച്ച് എന്ന രീതിയിൽ വരുമ്പോൾ ഇംഗ്ലീഷ് മീഡിയ ആണ്. അപ്പൊ ക്രൊയേഷ്യന്റെ കൂടെ പെർഫോമൻസോ അല്ലെങ്കിൽ റിസൾട്ടോ ലേശം ഡൗൺ ആയാൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ എക്സ്ക്ലൂഷൻസും പ്ലേയിങ് സ്റ്റൈലും എല്ലാത്തിനെയും വലിച്ചു കീറും. അത് ജയിച്ചാൽ വരെ കീറും. എന്തെങ്കിലും ഒരു ആസ്പെക്ട് അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ കളി ജയിച്ചാൽ പോലും എന്തെങ്കിലും ആസ്പെക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, തീർന്ന്. അതെ, ഇംഗ്ലണ്ടും നെതർലൻഡ്സിനും ഈ വലിയ പ്രശ്നമാണ് ഈ മീഡിയയുടെ ഒരു അതിപ്രസരം. അപ്പോ ക്രൊയേഷ്യ, പനാമ, ഗാന, അസ്യൂമിങ് ദാറ്റ് ഇംഗ്ലണ്ട് ക്വാളിഫൈ, പിന്നെ ആരാ വരുന്നവർക്ക്? അല്ല, ക്വാളിഫൈ ചെയ്യാൻ പറയട്ടെ. ഈ ഗ്രൂപ്പില് ക്രൊയേഷ്യ ആയിട്ടുള്ള മാച്ച് അത് എനിക്ക് ഇംഗ്ലണ്ട് തോൽക്കുന്നു തോന്നുന്നുണ്ട്. ക്രൊയേഷ്യ ആയിട്ട് തോൽക്കാൻ ചാൻസ് ഉണ്ട്. പനാമയായിട്ട് ജയിക്കും, ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കും, ജയിക്കും. ഘാനയായിട്ട് ഡ്രോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 4 പോയിന്റിലായിരിക്കും ഗ്രൂപ്പില് ഇംഗ്ലണ്ടിന് കിട്ടാനുള്ള ചാൻസ്. അങ്ങനെ അവരാണ് ക്രൊയേഷ്യ. എനിക്ക് ഗ്രൂപ്പ് ക്രൊയേഷ്യ ആക്ച്വലി അവർക്ക് ഒരു ബുള്ളി ടീമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം, എസ്പെഷ്യലി കപ്സ്.
പക്ഷെ ഈ പ്രാവശ്യത്തെ ക്രൊയേഷ്യ ഐ വുഡ് റിയലി വുഡ് ലൈക്ക്. പക്ഷെ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് കുറെ 34, 35, 36 റേഞ്ച് പ്ലേയേഴ്സ് ഉണ്ട് വിത്ത് മോഡറേറ്റ് ചൂസിൻ ഈവൻ 40, 40 എങ്ങനെ ആയാലും ഇപ്പോ അവര് ഈ ഒരു വെതറിൽ പോയിട്ട് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും. മോഡ്രിച്ചിന് ഇറ്റലി പോയിട്ട് ഫുൾ ഗെയിം അടുപ്പിച്ച് 2-3 ഫുൾ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു സെറ്റ് ഓഫ് കളവന്മാര് പോയിട്ട് ആ ചൂടത്ത് കളിക്കുമോ എന്നുള്ളതാണ് ഇറ്റ്സ് എ ബിഗ് ഫാക്ടർ. ഇംഗ്ലണ്ടിന് ഒരു 60 മിനിറ്റ്സ് വരെ പിടിച്ചു നിന്നാൽ മതിയാവും. ഇംഗ്ലണ്ടിനല്ല, ഈവൻ ഗാനക്ക് വരെ 60 മിനിറ്റ്സ് പിടിച്ചു നിന്നാൽ പിന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അഗൈൻസ്റ്റ് ക്രൊയേഷ്യ. ജസ്റ്റ് ബിക്കോസ് ദിയർ ഏജ്, അവരെ ക്വാളിറ്റി അല്ല, അവരെ ഓൺ ബോൾ ക്വാളിറ്റി എന്നല്ല പറയുന്നത്. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചൂടത്ത്. അതൊരു വലിയൊരു ഫാക്ടർ ആവുമ്പോൾ ഡെഫിനറ്റ്ലി. എന്നാലും എനിക്ക് തോന്നണില്ല ഇംഗ്ലണ്ട് ജയിക്കും എന്നുള്ളത്. കാര്യം എനിവേ ഇംഗ്ലണ്ട് അപ്പൊ ഗ്രൂപ്പില് സെക്കൻഡ് ആവാനുള്ള ചാൻസ് അങ്ങനെയാണെങ്കിലുണ്ട്. പക്ഷെ നമുക്ക് വരട്ടെ, ഇംഗ്ലണ്ട് ഫസ്റ്റ് ആവണം ഗ്രൂപ്പിൽ, ക്രൊയേഷ്യ ആയിട്ട് ജയിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് മിക്കവാറും കളിക്കേണ്ടി വരിക ഉറുഗ്വേ ഒരു പോസിബിലിറ്റിയാണ്, സൗദി അറേബ്യ പോസിബിലിറ്റിയാണ്, കാപ്പെ വെർഡെ, അതായത് തേർഡ് പ്ലേസ് ടീംസ് ആണ് പല ഗ്രൂപ്പിലെ, അവരൊക്കെ ആയിട്ടാണ് മാച്ച് വരിക. അപ്പൊ ഇവരൊക്കെ കോങ്കോ, ഓസ്ട്രിയ, സെർബിയ എന്നുള്ള അല്ലല്ല ഇംഗ്ലണ്ട് തേർഡ് ആവണമല്ല, ഇംഗ്ലണ്ട് തേർഡ് ആവണ കാര്യമല്ല പറഞ്ഞത്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വരുന്ന ഒപ്പോണൻസ് അവരുടെ ഉറുഗ്വേ പറയാൻ പറ്റില്ല, അവരുടെ ഗ്രൂപ്പ് അങ്ങനെയാണ്, പറയാൻ പറ്റില്ല, പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഓസ്ട്രിയ, സെർബിയ, ഇങ്ങനെയൊക്കെയുള്ള ടീംസ് ആണ്. ഇനി ഇംഗ്ലണ്ട് എങ്ങാനും ഞാൻ പറഞ്ഞ രീതിയിൽ സെക്കൻഡ് ആവുകയാണെങ്കിൽ അവരുടെ ഒപ്പോണന്റ് എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് കെയിലെ റണ്ണറപ്പ് ആയിട്ടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോർച്ചുഗൽ, കോങ്കോ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ, ഇവരൊക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ അതില് റണ്ണറപ്പായി വരുന്ന കൊളംബിയ ആവാനുള്ള സാധ്യത, കൊളംബിയ അല്ലെങ്കിൽ കോങ്കോ അല്ലെങ്കിൽ കൊളംബിയ ആയിരിക്കും മിക്കവാറും. അപ്പൊ അത് അങ്ങനെ ഒരു മാച്ചും വരാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് സെക്കൻഡ് ആവുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ആരായാലും സെക്കൻഡ് റൗണ്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്താണ് ശരിക്കും എക്സ്പെക്ടേഷൻ ഗണേശന്റെയും മോബിന്റെയും? എന്താണ് വേർ ഡു യു തിങ്ക് ഇംഗ്ലണ്ട് സെമിഫൈനൽ? ഇംഗ്ലണ്ട് ഫാനായ അവരുടെ തീരുമാനം സെമിഫൈനൽ. ഇംഗ്ലണ്ട് ആയതുകൊണ്ടും ഇത് എന്താ പറയാ, അവരെ എൻറ്റയർ സീസൺ അങ്ങനെ ആയതുകൊണ്ട് ഒരു ക്വാർട്ടർ ഫൈനൽ ടു സെമി ഫൈനൽ മാക്സിമം, അതിനപ്പുറം ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ഓബിന്റെ ബാക്കിലുള്ള ഫോട്ടോ മറ്റേ ജോർജ് ബെസ്റ്റ് കപ്പ് പൊക്കുന്നതാണോ? കിട്ടേ ഇനിയിപ്പം ഹാരിക്കെയിനൊക്കെ വന്ന് പൊക്കാനുള്ളതല്ലേ, തോന്നുന്നില്ല. മിക്കവാറും ക്വാർട്ടർ ഫൈനൽ, അതിനപ്പുറം പോകുന്നില്ല. ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ആർസണലുമായിട്ട് നേരത്തെ സുധീവ് പറഞ്ഞൊരു കമ്പാരിസൺ, പ്ലേയിങ് സ്റ്റൈൽ അതുപോലെ തന്നെയാണ് മീഡിയ റിസപ്ഷനും മീഡിയ കവറേജും ഫാൻ റിയാക്ഷൻസും ഫാൻ ഹേറ്റേഴ്സും. ഒരു ഹേറ്റ് വാച്ചിനുള്ള എല്ലാ വകുപ്പും ഇംഗ്ലണ്ടിന് തരാറുണ്ട്. പലരും ഈ 3 കാറ്റ്സ് ആർഗ്യുമെന്റും വന്നിട്ട് വരും. അപ്പോ പൊതുവെ എന്താ പറയാ, നമ്മള് പൊതുവെ പറയാവുന്ന ഒരു സാധനമുണ്ട്, അതായത് ബ്രസീലും അർജന്റീനയും തായ് വഴി അല്ലെങ്കിൽ അച്ഛൻ വഴി കിട്ടുന്നതാണ്. ഇംഗ്ലണ്ട് പിള്ളേര് പ്രീമിയർ ലീഗ് കണ്ട് ആ പ്ലേയേഴ്സിനോടുള്ള എഫിനിറ്റിയിൽ നിന്ന് ഫാൻസ് ആവുന്നതാണ്. ഇപ്പൊ എല്ലാ ടീമിനും, പോർച്ചുഗൽ ഫാൻസിന് മിക്കവരും പോർച്ചുഗൽ ഫാൻസ് ആവാൻ കാരണം റൊണാൾഡോ ആണ്, അർജന്റീന മറഡോണയും അങ്ങനെയാണ്. പക്ഷെ ഈ ഇംഗ്ലണ്ട് ഫാൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വേൾഡ് കപ്പ് ഹിസ്റ്ററിയും ഒന്നും തേങ്ങയും ഇല്ല ഇംഗ്ലണ്ടിന്. പക്ഷെ ഈ പ്ലേയേഴ്സിനെ ആഴ്ചക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഫാൻസ് ആയവരാണ് പൊതുവെ ഇംഗ്ലീഷ് ഫാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ സ്ഥിരമായി വേട്ടയാടപ്പെടുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. അവരെ എല്ലാരും കൂടെ കളിയാക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസ് എത്രത്തോളം ക്രൊയേഷ്യ വിൽ ബി എ കീ ഗെയിം എനിക്ക് തോന്നുന്നു അല്ലെ. ക്രൊയേഷ്യന്റെ കൂടെ തോറ്റു കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ ഫോർ ദ ടീം ആൻഡ് ഫോർ ദ സ്ക്വാഡ് വിൽ ബി ഇമ്മെൻസ്. അവിടെയും ഒരു ഫാക്ടറും കൂടി എനിക്ക് ചേർക്കാൻ, സീരിയസ് നോട്ട്, ഡെക്ലൻ റൈസ്, എസെ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് ആൻഡ് ഈ ഒരു സാധനം എന്താ പറയാ, ഒരു ലോങ് ഹാർഡ് സീസണാണ് ആർസണൽ പ്ലേയേഴ്സിന് ഈ സീസൺ ഉണ്ടായിരുന്നത്. സോ അതും നമ്മള് ഈവൻ ആസ്റ്റൺ വില്ല ഹാഡ് എ ലോങ് സീസൺ.
പിന്നെ ലിവർപൂൾ പ്ലേയേഴ്സ് ആരും ഇല്ല, കർട്ടിസ് ജോൺസിനെ എടുത്തിട്ടില്ല, ടെക്നിക്കൽ പ്ലേയേഴ്സ് ഒരുപാടില്ല. സോ ഒരു അത്ലറ്റിസിസവും കുറച്ച് ഡിഫെൻസീവ് അപ്രോച്ചും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുദീപിന് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഡിഫൻസീവ് അപ്രോച്ച് ആയിരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. ഇംഗ്ലണ്ട് ഒരു ഡിഫൻസീവ് ബേസിൽ കളിക്കുന്ന ടീമാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. ഇംഗ്ലണ്ടിന്റെ ഒരു അപ്രോച്ച് തന്നെ അങ്ങനെയാണ്. എന്തായാലും ഇംഗ്ലണ്ടിന്റെ മാച്ച് ഡെഫിനറ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബ്രസീലിന്റെ മാച്ച് ഒക്കെ ഫോളോ ചെയ്യുന്ന പോലെ ഇംഗ്ലണ്ടിന്റെ എല്ലാ മാച്ചും ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് പറഞ്ഞ പോലെ പ്രഷർ മാച്ചാണ്, എല്ലാവരും നോക്കിയിരിക്കുകയായിരിക്കും ഇംഗ്ലണ്ടിന്റെ പറഞ്ഞ പോലെ ഹേറ്റ് വാച്ചിനും. അത് മാത്രമല്ല പ്രസ് മീഡിയ ഫുള്ള് നോക്കിയിരിക്കുകയായിരിക്കും എന്താണ് ട്വിച്ചില് മിസ്റ്റേക്ക് വരുന്നത് അത് കണ്ടുപിടിച്ച് ട്വിച്ചലിനെ. അപ്പൊ ട്വിച്ചില് എന്തായാലും ഒരു കാര്യം ചെയ്തത് ഇതുണ്ട്, ഒരു എക്സ്ക്യൂസ് ഓൾറെഡി ഉണ്ട് ട്വിച്ചലിന്റെ ഫാൻസിന് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഫാൻസിന്. തോറ്റു പുറത്താവുമ്പോ ഇന്ന പ്ലേയേഴ്സ് ഇല്ല, അതുകൊണ്ട് പുറത്തായി എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലണ്ടിന്റെ ഫാൻസിന്. അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റി മനം ഫാൻസിന് ഇട്ട് കൊടുത്തിട്ടാണ് ഇത്തവണ പിച്ചില് സ്കോഡ് അനൗൺസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഫാൻസ് കുറെ പേരുണ്ട്. ഇംഗ്ലണ്ട് വിചാരിച്ച പോലെ നിങ്ങൾ ഗണേശ് പറഞ്ഞ പോലെ സെമിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കപ്പ് ഉയർത്തുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇംഗ്ലണ്ട് ഫാൻസ് കാണുന്നോ എല്ലാവർക്കും ഓബിൻ പറഞ്ഞു, ലാസ്റ്റ് കമന്റ്സ് ഓബിന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ചാപ്പടിക്കാനല്ല ഇംഗ്ലണ്ട് ഫാനാണെന്നുള്ളത്. ഓക്കെ, സ്റ്റിൽ ഇല്ല. സോ എത്ര പോയാലും ഇംഗ്ലണ്ട് കപ്പടിക്കുന്നു ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അവിടെ വരെ എത്താൻ. സ്ക്വാഡ് വൈസ് ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആർസണൽ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ ഇത് ആക്ച്വലി ഇത് നോട്ട് ദ ബെസ്റ്റ് ടൈം ടു ഡിസ്കസ് ദിസ്. ബട്ട് ആ ഒരു ബോട്ട്ലിംഗ് ടെൻഡൻസി ഇല്ലേ, അത് there is, right? ഒരു ക്ലച്ച് ഗെയിം വരുമ്പോൾ ലെറ്റ്സ് ഗോ ടു ബേസിക്സ്. ആ ഒരു ടെൻഡൻസി അവർക്ക് നല്ലോണം ഉണ്ട്. അത് ഒരു ടെൻഷൻ അടിക്കുമ്പോൾ ഒരു ഹൈ പ്രഷർ ഗെയിം വരുമ്പോൾ അവർ കുറച്ച് ബാക്കോട്ട് പോയിട്ട് ഓക്കെ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും സീ ഔട്ട് ചെയ്യാം. എത്രത്തോളം വേണ്ട എന്നും എന്താ പറയാ ഹൃദയം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു ദാറ്റ്. ആ ഒരു ഡിഫോൾട്ട് മോഡിലേക്ക് അവർ പോകുന്നുണ്ട്. സോ ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിർത്താനുള്ള കാരണം അതാണ്. ആ ഒരു ക്ലച്ച് ഗെയിം വരുമ്പോൾ മുന്നോട്ട് പോവണം എന്ന് തോന്നും, പക്ഷെ ഒരു പോലെ ആ ഒരു മൊമെന്ററി ലാബ്സ് മതിയാവും അവരെ ഒരു ടൂർണമെന്റിന്റെ വിധി ഉണ്ടാക്കാൻ. അത് ഒരു പ്രശ്നമായതുകൊണ്ട്. പക്ഷെ അവർക്ക് യങ് പ്ലേയേഴ്സ് ഉണ്ട്, കുറച്ച് നല്ലൊരു യങ് പ്ലേയേഴ്സ് ഉണ്ട് ഹു മൈറ്റ് നോട്ട് ഈ എന്താ പറയാ ഇത്രയും കൂടി ചിന്തിച്ചിട്ട് കളിക്കണം എന്നുള്ളതൊന്നും ആലോചിക്കാത്ത കുറെ ടൈപ്പ് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പം. സോ അവരിൽ ആരെങ്കിലും ഒരാൾ ക്ലിക്ക് ആയാൽ അവർക്ക് ഇംഗ്ലണ്ടിന് ആക്ച്വലി ക്യാൻ ഗോ ടുവേർഡ്സ് സെമി ഫൈനൽ ടു ഫൈനൽ ആസ് വെൽ. അതിൽ ഒന്നാണ് മോർഗൻ റോജേഴ്സ്. അതിന് പ്രത്യേകിച്ച് എന്താ പറയാ, ഇപ്പൊ വില്ലന്റെ കേസ് നമ്മൾ കാണുമ്പോൾ തന്നെ സിറ്റുവേഷൻ ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനൊന്നുമില്ല. എവിടെ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ടോ ആ ഫ്രീഡം ഞാൻ യൂട്ടിലൈസ് ചെയ്യും. ആ ഒരു മോഡിൽ ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. സോ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് അവർക്കുണ്ട്. ഇപ്പൊ നിക്കോ റെയ്ലി എങ്ങനെ നമ്മള് എന്താ പറയാ ഡിഫെൻസീവ് പൊസിഷനിൽ കളിക്കണം എന്ന് പറഞ്ഞാലും ആ ഉള്ളിലുള്ള നമ്പർ 10 പ്ലെയർ ഇല്ലേ, അത് മുന്നോട്ട് പോവും ബൈ ഡിഫോൾട്ട്. സോ അങ്ങനത്തെ കുറച്ച് ഒരു യങ് സ്റ്റാർസ് അവർക്ക് അവസാനത്തെ ഒരു 20 മിനിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ they can turn the game. So ആ ഒരു ബേസിസിൽ പ്രോബബ്ലി ക്വാർട്ടർ ഫൈനൽ ടു സെമി ഫൈനൽ അത്ര പ്രതീക്ഷിക്കുന്നു. അതിന്റെ പുറത്തേക്ക് അവരെന്തായാലും ബോട്ടിൽ ചെയ്യൂത്. കാരണം there are other teams. ഫ്രാൻസിനെ പോലെ സംബന്ധിച്ചോളം ഇപ്പൊ PSG കളിക്കുന്ന പോലെ ഫ്രാൻസ് എങ്ങാനും കളിച്ചാല് അവരെന്തെങ്കിലും ചെയ്യുന്നുള്ള ഫീൽ ഉണ്ട്. യെസ്, ഐ തിങ്ക് വി ക്യാൻ റാപ്പ് ദിസ് എപ്പിസോഡ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ച് പറഞ്ഞു. ആ ആവർത്തന വിരസത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡിലും ഇംഗ്ലണ്ടിന്റെ കളിയിലും ഉണ്ട്. അതുകൊണ്ടാണ് പോഡ്കാസ്റ്റും ആ ഒരു രീതിയിൽ തീർന്നത്. എന്തായാലും ഇംഗ്ലണ്ട് ട്രോഫി ജയിച്ചാൽ, വേൾഡ് കപ്പ് ജയിച്ചാൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും. പക്ഷെ ലെറ്റ് us see. We'll come back with another episode. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കേരളത്തിന്റെ എന്താ പറയാ കൾച്ചറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അർജന്റീനയുമായി ഞങ്ങൾ
ഉടനെ എത്തും.